സ്റ്റാർട്ട് ചെയ്തു. ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ആസ്ട്രോളജിയിലെ ബാലപാഠങ്ങൾ പഠിച്ചു തന്നിട്ടുള്ള എൻ്റെ ഗുരുനാഥന്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം. പിന്നെ എനിക്ക് സംശയമല്ല, ഒരു ക്ലാരിഫൈ ചെയ്യാനാണ്. അതായത് ആസ്ട്രോളജി സംസാരിക്കണ്ട കേട്ടോ. ആസ്ട്രോളജി സംസാരിക്കുന്നില്ല. ഇല്ലില്ല. അതായത് ഞാന് ഡിപ്പെൻഡഡ് ബൈ ഭഗവത്ഗീത, അതുപോലെ തന്നെ നമ്മുടെ ഈശോപനിഷത്ത്, ശ്രീമദ് ഭാഗവതം, ഇതിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഭഗവത്ഗീതയിലെ 8ാമത്തെ ചാപ്റ്റർ, 10ാമത്തെ അധ്യായം 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അഹം സർവസ്യ പ്രഭവോ, അഹം ഞാനാണ് എല്ലാറ്റിന്റെയും പ്രഭവസ്ഥാനം എന്ന് പറയുന്നുണ്ട് കൃഷ്ണൻ ഭഗവത്ഗീതയിലെ. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ, എല്ലാതും എൻ്റെ അധീനതയിലാണ് നടക്കുന്നത്. ഇതറിഞ്ഞ് ആരാധിക്കുന്ന ആൾക്കാർ എന്നെ, അവരാണ് ബുദ്ധിമാന്മാരെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷെ അത് നമ്മുടെ താല്പര്യം അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ ഏത് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ ഭഗവത്ഗീതയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഈ ആഹാരം 3 തരത്തിലുണ്ട്. 3 തരത്തിലുള്ള ആഹാരമുണ്ട്. എല്ലാ വസ്തുക്കളും, പ്രപഞ്ചത്തിലുള്ള എല്ലാതരം വസ്തുക്കളും 3 തരത്തിലുണ്ട്. നമ്മളെ സ്വഭാവം 3 തരത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആഹാരം, സാത്വിക ആഹാരം, രാജസിക ആഹാരം, അതുപോലെ തന്നെ എന്താ പറയാ, താമസിക ആഹാരം. അപ്പോ ഈ ആഹാരത്തില് മത്സ്യം, മാംസം, മുട്ട, അതുപോലെ തന്നെ ഉള്ളി, വെളുത്തുള്ളി, ഈ ഉള്ളി വെളുത്തുള്ളി നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഉപയോഗിക്കാറില്ല. കാരണം ഈ മറ്റേ പാലാഴി സമയത്ത് ഈ എന്താ രാഹുവിന്റെയും കേതുവിന്റെയും ബ്ലഡ് അത് ഭൂമിയിൽ പതിച്ചപ്പോൾ അത് ചുവന്ന രക്താണുക്കളാണ് ചുവന്നുള്ളി, വെളുത്തുള്ളി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് താമസ ഗുണത്തിൽ ഇതാണ് പറയുന്നത്. അതായത് നമ്മള് പറയാറുണ്ടല്ലോ, ഈ ഒരിക്കലും മാംസാഹാരം അതിനെ കുറിച്ച് നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നില്ല. ഉണ്ട്, വേദങ്ങളിൽ പറയുന്നുണ്ട്. ഈ അമാവാസി ദിനത്തില് നിങ്ങള് കാളിക്ക് ബലിയർപ്പിച്ച അത് എന്തിനു വേണ്ടിയിട്ടാ? അത് നമ്മുടെ ആ ആസക്തിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് വർഷത്തിലൊരിക്കല് അമാവാസി ദിന, അല്ലെങ്കിൽ മാസത്തിലൊരിക്കല് അമാവാസി ദിനത്തില് നമ്മള് ആ ഇത് അർപ്പിച്ചിട്ട് അതിന്റെ ഒരു മന്ത്രമുണ്ട്. ഇല്ല, നീട്ടുന്നില്ല. അപ്പോ ഈ നമ്മളെ പറയുന്ന ഇതിനോട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് സാത്വിക ആഹാരമാണ് ഈ നമ്മളെ ഈ പത്രം, പുഷ്പം, ഫലം, തോയം എന്ന് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിലെ 9ാമത്തെ അധ്യായത്തില് 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പത്രം, പുഷ്പം, ഫലം, തോയം യോമേ ഭക്തിയ പ്രയച്ഛതി എന്ന് പറയുന്നുണ്ട്. അതായത് നീ ഇലയോ പുഷ്പമോ ഫലമോ എന്തെല്ലാം അർപ്പിച്ചു കഴിഞ്ഞാലും യോമേ ഭക്തിയെ പ്രയച്ഛതി, ഭക്തിയോടുകൂടി നീ അർപ്പിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയില്. ഓക്കെ, അപ്പോ അവിടെ പറയുന്നില്ല ഏത് അങ്ങനെയാണ് ചെയ്യാൻ അവർ പറയുന്നത്. അവിടെ ഭഗവത്ഗീതയില് കോടിക്കണക്കിന്, നമ്മൾ പറയുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന്. പക്ഷെ 5000 വർഷങ്ങൾക്ക് മുമ്പല്ല. ഇമം വിവസതേ യോഗം എന്ന് പറയുന്നുണ്ട്. ഇമം വിവസതേ യോഗം അത് ഇഷ്ടാഗുന് പറഞ്ഞു കൊടുത്ത് ഇഷ്ടാഗുതി എന്നാണ് പറയുന്നത്. സംശയമല്ല സാറേ, ഞാനൊരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. സോറി, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തന്നെ. അപ്പൊ ആ ശാസ്ത്രത്തിൽ ഇതും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. അതായത് അപ്പൊ അതുകൊണ്ടാണ് ഗുരുവായൂര് ഒരു അമ്മ വന്നിട്ട് മഞ്ചാടിക്കുരു സമർപ്പിച്ചു കഴിഞ്ഞപ്പോ അതും ഭഗവാൻ സ്വീകരിച്ചു. അത് ഭക്തിയോട് കൂടിയിട്ട് കൊടുത്തതാണ് സ്വീകരിച്ചു. എന്താണ് ചേട്ടന്റെ പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് ചോദ്യം, എന്താണ് സംശയം? പ്രശ്നമല്ല. അപ്പൊ ഇതിനോട് അല്ല, ഈ മാംസാഹാരം കഴിക്കാമെന്ന് അങ്ങനെ ഒരു ഇത് പറഞ്ഞല്ലോ. അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ ചോദ്യം ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുക.
ഓക്കെ, എനിക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ചോദ്യം എന്താണെന്ന് അറിയും? മിത്രാത്മജൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ തത്വങ്ങൾ പറയുന്നുണ്ട്, ഭഗവത്ഗീത പറയുന്നുണ്ട്, മഹാഭാരതം പറയുന്നുണ്ട്, ബൈബിള് പറയുന്നുണ്ട്, ഖുറാൻ പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം എടുത്ത് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പഴയ കാര്യങ്ങളില് ഇറച്ചിയും മീനും അങ്ങനെ ഉള്ള സംഭവങ്ങള് കഴിക്കരുത് എന്നും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ അത് കഴിക്കാതിരിക്കുന്നതാണോ നല്ലത്? അതോ കഴിക്കുന്നതാണോ ആ, നല്ലത്? കഴിക്കുന്നതിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കഴിക്കാതിരിക്കുന്നതിലൂടെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണം. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇതങ്ങനെ ചോദിച്ചാൽ മതി. നിങ്ങൾ ഭഗവത്ഗീതയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലേ? ഓക്കെ, അവിടെ പലതും പറഞ്ഞിട്ടുണ്ടാവും. അവിടെ പലതും അതിനപ്പുറത്തെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നല്ല, ഇതിനപ്പുറത്തും പലതും പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ഇതാണ്. അതിന് ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇൻ ഫ്യൂച്ചറിൽ ആളുകൾ ഇറച്ചി ഉപേക്ഷിക്കും. ഫ്യൂച്ചർ ഇനി ഒരു ഏകദേശം ഒരു 4-5 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ന്യൂസ് വരും. ചില രാജ്യങ്ങളിൽ, ചില ഐലൻഡ്സുകൾ ഇറച്ചിയെ ഇറക്കുമതി, അതായത് കോഴിയെയും പട്ടിയെയും പൂച്ചയെയും അങ്ങനെ മൃഗങ്ങളെയും പശുവിനെയും കൊല്ലുന്നത് ഞങ്ങൾ നിരോധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ചില രാജ്യങ്ങൾ, അതായത് നാടോ സംസ്ഥാനമോ ഭൂഖണ്ഡമല്ല, രാജ്യങ്ങൾ, ചെറിയ ചെറിയ ഐലൻഡ്സുകൾ വരെ എല്ലാവരും വെജിറ്റേറിയനത്തിലേക്ക് പോവും. ഇറച്ചി കഴിക്കാത്ത ഇതിലേക്ക് പോവും. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? സോ ഇതിൽ ഇറച്ചി കഴിക്കാത്ത രീതിയിലേക്ക് പോയിട്ട് ഇറച്ചിയെ വേണ്ട, കോഴീനെ കൊല്ലാൻ പാടില്ല. ഇൻ ഫ്യൂച്ചർ ആഫ്റ്റർ 10 ഇയർ, 10 വർഷത്തിനുള്ളിൽ തന്നെ കോഴിയെ കൊല്ലാൻ പാടില്ല എന്ന നിയമം വരും. വീട്ടിൽ പൂച്ചനെ വളർത്താൻ പാടില്ല എന്ന നിയമം വരും. വീട്ടിൽ പട്ടിയെ വളർത്താൻ പാടില്ല എന്ന നിയമം വരും. കാഴ്ച ബംഗ്ലാവില് മൃഗങ്ങളെ പൂട്ടിയിടാൻ പാടില്ല എന്നുള്ള നിയമം വരും. എല്ലാ മൃഗങ്ങളെയും പുറത്തേക്ക് വിടും. അത് മാത്രമല്ല, പക്ഷീനെ നമ്മൾ തത്തമ്മേനെ കൂട്ടിട്ട് വളർത്താം. ഇപ്പൊ തന്നെ തത്തമ്മേനെ കൂട്ടിടാൻ പാടില്ല, അണ്ണാനെ കൂട്ടിടാൻ പാടില്ല, നിയമം ഓൾറെഡി ഉണ്ട്. ഇതൊന്നും വളർത്താൻ പാടില്ല എന്ന നിയമം വരും. ഇപ്പോ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഒരു നിയമം പാസ്സാക്കി. മൂങ്ങയെയും എലിയെയും കൊല്ലാൻ പാടില്ല. കാക്ക, മൂങ്ങ, എലി, അതിനാരാണോ കൊല്ലുന്നത് അവനെ 2 വർഷം ജയിലിൽ ഇടാനുള്ള വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അതുപോലെ നിയമം മാറും. അതുപോലെ കോഴിയെ കൊല്ലാൻ പാടില്ല, പശുവിനെ കൊല്ലാൻ പാടില്ല, പോത്തിനെ കൊല്ലാൻ പാടില്ല, ആടിനെ കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമം വരും. നമ്മളെല്ലാവരും വെജിറ്റേറിയനിസത്തിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കപ്പൊ ചോദ്യം ഉണ്ടാവും, എന്ത് അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ? അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ബീഫ്, ആർട്ടിഫിഷ്യൽ എഗ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനം. അതായത് ഇനി നമുക്ക് ഇതിലൊരിക്കലും നമുക്ക് ഇറച്ചി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇറച്ചി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നറിയുന്ന നമുക്ക് ഇറച്ചിയുടെ തനി ഗന്ധവും മണവും നിറവും ഗുണവുമുള്ള മറ്റൊരു വസ്തു കിട്ടുകയാണെങ്കിൽ ഇതിനെ അവോയ്ഡ് ചെയ്യും. ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു സാധനത്തിൽ ഫിക്സ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാറ്റാൻ പറ്റില്ല. ഈ ചിക്കന്റെ ഇറച്ചി കോഴിയുടെ ഇറച്ചി ഉണ്ടല്ലോ, അത് ടേസ്റ്റ് നമ്മളെ പാരമ്പര്യം DNA പിടിച്ചു കഴിഞ്ഞു. ഇതിനൊരിക്കലും ചിക്കൻ ഇല്ലാതെ നിങ്ങൾ രാജ്യമില്ല ലോകം നിരോധിച്ചാലും കഴിക്കും. ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ സൗദി അറേബ്യയിലൊക്കെ 20, 30, 30 കൊല്ലം മുമ്പ് നിറയെ നമ്മുടെ നാട്ടിലെ തെരുവിലെ പോലെ നിറയെ പട്ടികളുണ്ടായിരുന്നു. സൗദി അറേബ്യയിലെ പട്ടികളെ കൊല്ലാൻ പാടില്ല. പക്ഷെ ഫിലിപ്പീൻസ് വന്നു കൂടിയിട്ട് സൗദി അറേബ്യയിൽ പട്ടികളില്ല. കാരണം എന്താ പറയുക, ഉമ്മമാർ രാത്രി പോയിട്ട് പിടിച്ചിട്ട് ബാത്റൂമിൽ വെച്ച് കൊന്ന് കഴിച്ചിരുന്നു. പട്ടികളില്ല. അപ്പൊ അവര് വന്നോണ്ടാന്ന് പറഞ്ഞത്. അവര് പിടിച്ചലക്കും. സോ അവരുടെ ആ പാരമ്പര്യ രീതി അവർ ഏത് നാട്ടിൽ പോയാലും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ബദൽ സംവിധാനം വന്നാൽ മാത്രമേ ഈ ലോകം ഇതിനെ കൊല്ലാതിരിക്കൂ എന്ന് മനസ്സിലാക്കിയ സംഘടനകള്, അങ്ങനെ ടീമുകള് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ബീഫും ആർട്ടിഫിഷ്യലുള്ള ചിക്കനും എല്ലാം നിറവും മണവും സ്വാദും രൂപവും ഗന്ധവും എല്ലാം ബീഫ് തന്നെ, എല്ലാം ചിക്കൻ തന്നെ, അങ്ങനെ ഇത് ഉണ്ടാക്കാൻ പോവാണ്. കേരളത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നർത്ഥം. കേരളത്തിലും ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആമസോൺ വഴി നിങ്ങൾക്ക് വീട്ടിൽ മേടിക്കാനും കിട്ടും എന്നർത്ഥം. ഉണ്ടാക്കിയിട്ടുണ്ട്, ഇറച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലാബിനകത്ത് ഇറച്ചി ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അത് കേരളത്തിലുണ്ട്. കേരളത്തിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് അത് വാങ്ങാനും കിട്ടും. നിങ്ങൾ അറിയാതെ പോകുന്നത് നമ്മുടെ കുഴപ്പമില്ല. കാര്യം മനസ്സിലായോ? അന്വേഷിക്കും കണ്ടോ? ആ, അപ്പൊ അതുകൊണ്ട് സുഗതൻ ചേട്ടന്റെ പ്രശ്നം തീർന്നു കിട്ടിയോ? എല്ലാവരും വെജിറ്റേറിയനിൽ പോവും. അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കാര്യം മനസ്സിലായോ? അത് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. എല്ലാവരും അങ്ങോട്ട് പൊക്കോളും. അത് ലോകം അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും. നമ്മളായിട്ട് അതിന് വേണ്ടി ഒന്നും ചെയ്യേണ്ടെന്നർത്ഥം. തനിയേ പൊക്കോളും. ഓക്കെ, ആ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാ? ചേച്ചിയാ, മൈക്കൊന്ന് ഓണാക്കിയ സുഗതയുടെ മൈക്കൊന്ന് ഓഫ് ചെയ്തോട്ടോ. ഓക്കെ.
ആ നമസ്കാരം. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, നമുക്ക് ഭൂതം ആണ് ഈ ദൈവങ്ങൾക്ക് എല്ലാത്തിനും മുകളിൽ എന്ന് പറഞ്ഞു. ഈ ഭൂതം എന്നുള്ള ഒരു വാക്ക് അത് ഈ പരമാത്മാ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ഏറ്റവും ഈ ലോകം സൃഷ്ടിച്ചതും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചതുമായ സുപ്രീമിനെയാണോ ഈ ഭൂതം എന്ന് പറയുന്നത് എന്നുള്ള ഒരു തീർച്ചയായിട്ടും സംശയം ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ മനസ്സിലായി. തരം അതായത് അതായത് നമ്മളെപ്പോഴും ഡീകോഡ് ചെയ്യേണ്ടത് വാക്കിനെയാണ്, അക്ഷരങ്ങളെയാണ്. ഭൂതം അല്ലെ, ഭൂമി അല്ലെ. ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരി, ഭൂവൻ, ഭുവൻ, ഭവനല്ല ഭുവൻ. ബ്യൂട്ടിഫുൾ. ആ ഭൂ വെച്ച് തുടങ്ങുന്ന കുറെ അക്ഷരങ്ങളും വാക്കുകളും ഉണ്ട്. നിങ്ങൾ എല്ലാം എടുത്തു നോക്ക്, എല്ലാ വാക്കുകളും എടുത്തു നോക്ക്. അതെല്ലാം ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ, അതെല്ലാവർക്കും അത് അങ്ങനെ ആവണമെന്നില്ലല്ലോ ചില കാര്യങ്ങൾ അല്ലെ. അല്ലെങ്കിൽ എല്ലാവർക്കും അത് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും വേണം. വലിയൊരു സംഭവം താജ്മഹൽ കണ്ടാൽ ബ്യൂട്ടിഫുൾ, എല്ലാവർക്കും അത് അങ്ങനെ തന്നെയാണ്. ചില പെണ്ണുങ്ങളെ കാണുമ്പോൾ ചിലർക്ക് ബ്യൂട്ടിഫുൾ തോന്നും, പക്ഷെ എല്ലാവർക്കും തോന്നുന്നില്ല. അപ്പോ ആ ഭൂ എന്ന് പറയുന്ന, ഭൂമി എന്ന് പറയുന്നത്, ഭൂ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന എല്ലാ അക്ഷരങ്ങളിലുള്ള എല്ലാ വസ്തുക്കളും വലുതായി പരന്നു കിടക്കുന്ന വലുതായ, അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ഉടയോൻ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഭൂ എന്ന് പറയുന്ന സാധനം വരിക. തല ആണ് ഇടുന്നത്, തല. ത എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ടോപ്പ് എന്നാണ് അർത്ഥം. ആ ചെടിയുടെ തല കണ്ടില്ലേ, തല ഒടിക്കണ, തല വിട്ട് തല വളക്കി, നമ്മൾ ആ വാക്കല്ല പറയാ. എന്തിനാണ് ഈ തല വളക്കി, തല ഒടുക്കി, ഈ തല കട്ട് എന്ന് പറഞ്ഞ് ആ മരത്തിന്റെ തല കട്ട് ചെയ്തോ, ആ ചെടിയുടെ തല കട്ട് ചെയ്യും, എന്തിനാ ആ വാക്ക് ഉപയോഗിക്കണേ? തല എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ, ടോപ്പ്, അതായത് ഉപയോഗിച്ച് വരുന്ന സാധനങ്ങളല്ല അത്. ഇപ്പൊ ക്ലിയർ. കുറെ വാക്കുകൾ എടുക്കാം നമുക്ക്. എന്താ പറയാ, ത്രാടകം എന്തിനാ, യോഗ, താല തുറന്നു അല്ലെ. പിന്നെ ത്രിവേണി, ത്രാലും താല തുറങ്ങണേ. പിന്നെ തന്ത, തള്ള, തന്ത. എന്തിനാ ഈ തന്തേനെ തന്താന്ന് വിളിക്കണേ, തള്ളേന്ന് വിളിക്കണേ. തമിഴില് തായിന്ന് വിളിക്കും. അപ്പൊ എന്ന് പറഞ്ഞ വാക്ക് സുപ്രീം, അതായത് ഏറ്റവും ടോപ്പ്, കാരകൻ എന്ന് പറയുന്ന വാക്കിനാണ് ഈ തായിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഭൂത, ഈ രണ്ട് വാക്ക്, ഭൂ പ്ലസ് താമര, താമരയാണ് ഏറ്റവും ടോപ്പിൽ ബ്രഹ്മാവിന്റെ കീഴിരിക്കുന്നത്, മുകളിലിരിക്കുന്നത്. അപ്പൊ അപ്പൊ ഭൂ പ്ലസ് എന്ന് പറയുമ്പോ അത് വിടർന്ന് പരന്ന് കിടക്കുന്ന, അതെവിടെ? മുകളിൽ. ദാറ്റ് മീൻസ് ഭൂതം എന്ന് പറഞ്ഞാൽ ആകാശ തത്വം എന്നർത്ഥം. സോ വിടർന്ന് പടർന്ന് മുകളിൽ കിടക്കുന്ന ഒരു വസ്തുവിനെ വിളിക്കുന്ന പേരാണ് ഭൂതം. അപ്പൊ ഭൂതം എന്ന് പറഞ്ഞാൽ അതൊരു ഭൂതമായി പോയി എന്ന് കേട്ടില്ലേ, പുകയായി പോയി എന്ന് പറയും. അപ്പൊ മായയാണത്, അത് മായ, നമുക്ക് കാണാൻ പറ്റില്ല. കാണാതെ കിടക്കുന്ന വസ്തുവിനെയാണ് ഭൂതം എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭൂതത്തിന് കണ്ണും മൂക്കും ചെവി ഉണ്ടെന്നല്ല, അവന്മാരത് വരച്ചു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിന് കണ്ണും മൂക്കും ചെവിയല്ല, ഇറ്റ്സ് ഒരു വലിയൊരു എന്താണ് പ്രതിഭാസം മുകളിലുണ്ട്, അതിന്റെ അണ്ടറിലാണ് ദൈവങ്ങൾ എന്നർത്ഥം. അതിന് വിളിക്കുന്ന, അത് നമുക്ക് അറിയാതെ നമുക്ക് പേരിടേണ്ട ഒരു പേര് വേണ്ടേ, ആ പേരാണ് ഭൂതം. ക്ലിയർ ആയോ? ഇത്രയുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് ആളാരാ? മ്യൂട്ട് ചെയ്തോ. റോഷ്. ഹലോ, മിത്രൻജി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ രണ്ട് കാര്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ കളക്റ്റീവ് കോൺഷ്യസ്നെസിനെ കുറിച്ചാണ്. ഈ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ നമ്മൾ പറയാറുണ്ടല്ലോ, അതായത് നമ്മുടെ നോർമൽ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആരും അതായത് വലതു കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല. നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ ജോബ് എന്തെങ്കിലും ആണെങ്കിൽ ആരോടും പറയാതെ, എന്താണ് ജോബ് എന്ന് വെച്ചാൽ അത് ഇന്റർവ്യൂ ആണെങ്കിലും, കാരണം ആൾക്കാരുടെ ആ ഒരു മെന്റാലിറ്റി പറയാതെ ആ ജോബിന് പോയി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കൂടുതൽ, അതായത് ആൾക്കാരോടൊന്നും പറയാതെ. മതി ചോദ്യം മനസ്സിലായി, ക്വസ്റ്റ്യൻ മനസ്സിലായി. നിങ്ങൾ ചോദിക്കുന്ന എനിക്ക് കാര്യം മനസ്സിലാവും. അതായത് അതുണ്ട്, അതിന് ഉത്തരം പറഞ്ഞിട്ട് അടുത്ത ചോദ്യം പോവാം. ഓക്കെ. നമ്മള് പറയുന്ന, ഞാൻ പറഞ്ഞ ലോജിക്കും നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ പഠിച്ച കാര്യം തമ്മിൽ മാച്ച് ആവാത്ത എന്താന്ന് പറയും. ഞാൻ പറയുന്നതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതായത് എക്സാക്ട്ലി ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. ശരിക്കും വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാൻ പാടില്ല എന്നൊരു തത്വം ഇന്നുകൊണ്ട്, അത് പണ്ടുകൊണ്ട്, ഇനിയും അത് നിലനിൽക്കും. ഞാൻ പറയുന്ന തത്വം അതല്ല. ഞാൻ പറയുന്ന തത്വം
ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വാഹനം മേടിച്ചെന്ന് സ്റ്റാറ്റസ്, നിങ്ങളൊരു വാഹനം മേടിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങളുടെ കൂട്ടുകാരന്മാരോട് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരന്മാരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അവൻ എങ്ങനെ വണ്ടി മേടിക്കാതിരിക്കാം എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാം എന്നാണ് അവർ ബ്രെയിൻ വർക്ക് ചെയ്യുക. സ്വാഭാവികം. നിങ്ങളുടെ കൂട്ടുകാരന് വണ്ടി മേടിക്കാൻ പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നുള്ളൂ. അവന്റെ അങ്ങനെ ബ്ലോക്ക് ചെയ്യാം. അപ്പൊ അവനോട് പറയണ വണ്ടി ഇപ്പൊ വേണ്ട, ഇതിനിപ്പോ പഠിക്കണേ, നിന്റെ ആഗ്രഹം എടുത്തോട്ടാ, എന്താ പറയുക, നിനക്ക് ആഗ്രഹം എടുത്തോ, ഇപ്പൊ എന്നെ ആവശ്യമില്ലടാ. അപ്പൊ അതുകൊണ്ട് ആ സംഭവത്തിന് അങ്ങനെ ഉള്ള 10 പേര് 100 പേര് അങ്ങനെ ബ്രെയിൻ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പോകുന്നതിൽ ഒരു തടസ്സങ്ങൾ നേരിടും. അതുകൊണ്ടാണ് വാഹനം മേടിക്കുന്ന ഒരു ബിസിനസ്സുകാരും വാഹനം മേടിക്കാൻ പോവാന്ന് പറയില്ല. വിജയ് ആയിക്കോട്ടെ, സിനിമാളന്മാരായിക്കോട്ടെ, അങ്ങനെ വലിയ വലിയ ഫേമസ് ആളുകള് വാഹനം മേടിച്ച് കഴിഞ്ഞ് എല്ലാം കണ്ട കൂട്ടുകാരന്മാർ പറയുള്ളൂ ഞാൻ വണ്ടി മേടിച്ചു. നിങ്ങൾ വണ്ടി മേടിക്കാൻ പോവുകയാണെങ്കിൽ അത് നടക്കില്ല എന്നർത്ഥം. കാര്യം മനസ്സിലായ? ശരി. ഇനി NK മിത്രാത്മജൻ എന്ന് പറയുന്ന ഞാൻ മൊബൈൽ ഫോൺ മേടിക്കുന്നതിന് മുൻപ്, അതായത് ഞാൻ ഈ പറയുന്ന S25 അൾട്ര എന്ന് പറയുന്ന ഈ ഫോൺ കേരളത്തിലെ ആദ്യത്തെ 1 TB ഫോണാണ്. കേരളത്തിലെ ആദ്യത്തെ 1 TB ആണ്. ഇതിന് 1,45,000 രൂപ വില ഉണ്ട്. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ പഴയ ഫോണുണ്ട്, അവിടെ ഉണ്ട്, അത് 7 കൊല്ലം വേണ്ടി ഉപയോഗിക്കണമെന്നും പറഞ്ഞു. ഒരു കംപ്ലൈന്റും ഇല്ല ഇപ്പോഴും. അപ്പൊ അത് മാറ്റാൻ അത് എപ്പോഴും ചാവോന്ന് അറിയില്ല. അതിന് മുമ്പ് ഇതിന് ജീവൻ കൊടുത്ത് ഇതിന് 7 കൊല്ലം യൂസ് ചെയ്യാം. എനിക്കൊരു 7 കൊല്ലം ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഒരു വില കൊടുത്ത് മേടിച്ചാലും എനിക്ക് 7 കൊല്ലം ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യേണ്ടി വരും, എനിക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വില കൂടി മേടിച്ചത്. പക്ഷെ ഈ ഫോൺ മേടിക്കുന്നതിന് മുൻപ് ഞാൻ എന്ത് പറഞ്ഞു? ജനങ്ങളുടെ അടുത്ത് യൂട്യൂബിൽ എന്ന് പറഞ്ഞു എന്റെ ഫോൺ കംപ്ലൈന്റ് ആയി തുടങ്ങി, എന്റെ ഫോൺ കംപ്ലൈന്റ് ആയി തുടങ്ങി, എന്റെ കംപ്ലൈന്റ് ആയി തുടങ്ങി, എന്റെ ഫോണിന് എപ്പോഴും പണി കിട്ടും എന്നുള്ള കളക്റ്റീവ് കോൺഷ്യസ് ഞാൻ ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ എന്തുവരും? അയ്യോ പാവം മിത്രൻ, അവന് ഇത്രയൊക്കെ കാര്യങ്ങളുടെ ഇടയിൽ ചെയ്യുന്നതിന്റെ ഇടയിൽ പക്ഷെ അവനൊരു ഫോൺ ഇല്ലാതെ പറ്റില്ല കേട്ടോ, അവന് ഫോൺ, അപ്പൊ എല്ലാവരും വന്നിട്ട് ഫോൺ നീ മേടിച്ചോട്ടാ. അവരുടെ പ്രാർത്ഥനയാണ് ഞാൻ കൺവേർട്ട് ചെയ്ത്. നേരെ തിരിച്ച് ഞാൻ ഫോൺ മേടിക്കാൻ പോവാന്ന് പറയില്ല ചെയ്ത്, എനിക്ക് ഫോൺ മേടിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് നിങ്ങളെ ബോധിപ്പിച്ച് നിങ്ങളുടെ പ്രാർത്ഥന മൂലം എനിക്കൊരു ഫോൺ കിട്ടി. അതുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ ഫോൺ തന്നെ കിട്ടിയതും 1 TB ഫോൺ നിങ്ങൾ ഇനി പോയാൽ കിട്ടില്ല. കേരളത്തിൽ 1 TB ഫോൺ ഇല്ല, ഇനി കിട്ടില്ല. അതാണ് പറഞ്ഞത്. ഈ 1 TB ഫോൺ എവിടെയും ഇല്ല, അത് എനിക്ക് മാത്രമായിട്ട് കൊണ്ടുവന്ന അർത്ഥം. അതായത് കേരളത്തിൽ 3 1 TB ഫോണെ അവര് ഫസ്റ്റ് ഡേ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിലൊന്നാണ് എന്റെ ഇരിക്കുന്നത്. അങ്ങനെ സാധനം കിട്ടില്ലായിരുന്നു. കാര്യം മനസ്സിലായ? അത് മാത്രല്ല, ഇതിന്റെ കൂടെ എനിക്കൊരു സാധനം കൂടി ഫ്രീ കിട്ടി. 25,000 രൂപയുടെ ഹെഡ്സെറ്റ് വെറും 5,000 രൂപ കിട്ടി. എവിടെയും കിട്ടില്ല. വേറെ 5,000 രൂപ കിട്ടി. 25,000 രൂപയുടെ ഹെഡ്സെറ്റ് വേറെ 5,000 രൂപ കിട്ടി. വേറെ എവിടെയും കിട്ടില്ല. ആ കാർ, അതും നല്ല വിഷയം അല്ല. അപ്പൊ ഞാൻ കാർ എടുക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാറിന്റെ ആവശ്യമുണ്ട്, ഇത് പോരാ, എനിക്ക് ചൂടാണ്, എനിക്ക് ഈ ഓടിയെത്താൻ പറ്റുന്നില്ല. ആ ഒരു കളക്റ്റീവ്. അപ്പൊ കളക്റ്റീവ് കോഴ്സ് 2 രീതിയിൽ വർക്ക് ചെയ്തു. എങ്ങനെയുണ്ട്? ഒന്ന് ഈഗോപരമായിട്ട് വർക്ക് ചെയ്യുന്നതും, ഒന്ന് നീഡ്സ്, നിനക്ക് ആവശ്യമുണ്ട്, അതായത് എനിക്കിത് ആവശ്യമുണ്ടെന്ന് അവരെ കൊണ്ട് പറയിക്കാം. അങ്ങനെ പറയാം. അപ്പൊ നിന്റെ കൂട്ടുകാരന്മാരോട് എങ്ങനെ പറയണം? നിങ്ങള് കാർ എടുക്കാൻ പോകുമ്പോ, എടാ നമുക്കൊരു കാർ എടുക്കണം, എന്നാലുള്ള നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു ടൂർ പോകാൻ പറ്റുള്ളൂ, നമുക്ക് ഇടയ്ക്കൊക്കെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറയുമ്പോ അതേ കൂട്ടുകാരന്മാര് ഇവിടെ കാറുണ്ട്, അവിടെ കാറുണ്ട്, നിനക്ക് ഞാൻ വില കുറച്ച് തരാം. അപ്പൊ പോയിന്റ് മനസ്സിലായ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഈ ചിലര്, അതായത് ഞാൻ ഇത് കണക്ഷൻ ഉണ്ടോ, ബോധമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നറിയില്ല. അതായത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് എന്താ വെച്ചാൽ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഈ കൂടുതലായിട്ടും ഈ നെഗറ്റീവ് കണക്ഷൻ, അത് പറയില്ലേ, ഈ വീടിനടുത്ത് കൂടി നടക്കുക, രാത്രി നടക്കുമ്പോൾ പറയും. മനസ്സിലായി. നിങ്ങളുടെ ഉള്ളിൽ പ്രേതം പിടികൂടുന്നത്, ആത്മാ പിടികൂടുന്നത്, നെഗറ്റീവ് എനർജി വീട്ടിലുണ്ടെന്ന് പറയുന്നത്, ഇതെല്ലാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊന്നും നിങ്ങൾ ഉപദ്രവിക്കില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ അബാക്ക് മീഡിയയില് പറഞ്ഞിട്ടുണ്ട്, പ്രേതം എന്റെ വീട്ടില് പ്രേതം ഉണ്ടെന്നേ, എന്റെ വീട്ടിലുണ്ടെന്നേ, എന്നെ ഒന്നും ചെയ്യില്ല. അതൊന്നും ചെയ്യില്ല. ഇവിടെ ആത്മാക്കളുണ്ട്, എനിക്കൊരു പേടിയില്ല. കാരണം എന്താ പറയുക, അത് നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ വന്ന് ലൈറ്റ് കളഞ്ഞു, അവിടെ വന്ന് അത് തട്ടിട്ട് പ്രാർത്ഥന സുഖമല്ല പ്രശ്നമല്ല, ശരിയായിട്ട് ഓപ്ഷൻ എന്നിട്ട് നമ്മളുണ്ട്. ഇത് നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ എവിടെയാണോ ഭയപ്പെടുന്നത്, ഞാൻ പറഞ്ഞു, നമ്മുടെ ബ്രെയിനിൽ എവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായ ഭയപ്പെട്ട് കഴിഞ്ഞാലാണ് അത് അവിടെ കയറുക. ആ ഫ്രീക്വൻസി കണക്റ്റഡ് ആവും. അതിനെ കണക്ട് ആക്കാതിരിക്കുന്ന, അതിനെ ഭയപ്പെടാതിരിക്കുക എന്നർത്ഥം. അത്രേ ഉള്ള സംഭവം. അതുകൊണ്ട് നെഗറ്റീവ് എനർജി എല്ലാം ഉണ്ട്, അതൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല എനിക്ക്. പക്ഷെ അത് നിങ്ങൾ അറ്റാക്കാതിരിക്കുക, നിങ്ങൾ അതിനെ ഭയപ്പെടാതിരിക്കുക, അത് നിങ്ങളൊന്നും ചെയ്യില്ല. ആ ബോധം ഉണ്ടായാൽ അത്രേ ഉള്ളൂ കാര്യം.
അത് നമ്മുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അത്ര ഉള്ള കാര്യം. ഓക്കെ, അതല്ല ഇത്ര ഓക്കെ നിങ്ങളുടെ ഓക്കെ. ആവശ്യമുള്ളത്. അതെ അതെ. പിന്നെ അടുത്ത ആൾ അല്ല പറഞ്ഞോ. അന്നേരം ഇടയ്ക്കിടയ്ക്ക് പറയും എന്ന് വെച്ചാൽ ഹെഡ് ഏക്കും ഇതും ഇഷ്യൂസും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ നെഗറ്റീവ് ഒന്നുമില്ല, കണക്ഷൻസ്. ഇല്ലെന്നേ. നിങ്ങൾ എന്റെ അടുത്തേക്ക് പോയോ? എത്ര പേരെ ഞാൻ മാറ്റിയേക്കണ്. അപ്പോയിന്റ്മെന്റ് എടുത്ത് വരാൻ പറയും, ഞാൻ തീർത്തു കൊടുക്കാൻ പ്രശ്നം. ഓക്കെ. ഞാൻ പുറത്താണ്. അപ്പൊ ഒരു ഫ്രണ്ട് ഹിന്ദിയാണ്. എന്റെ അപ്പൊ എന്നോട് പൊന്നു ചോദിച്ചപ്പോ സുഹൃത്തെ, അപ്പൊ ഇതൊക്കെ എന്താ അറിയോ, ഇതൊക്കെ അവരുള്ളിലെ ഒന്നും ആവാൻ പറ്റാത്ത എന്റെ ഫ്രസ്ട്രേഷൻ, അത് എല്ലാം കൂടി കുഴഞ്ഞും പറഞ്ഞിട്ടുണ്ടാവുന്ന മാനസിക സിമ്പിൾ ആയിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ നമുക്ക്. ഓക്കെ, ഓക്കെ ഓക്കെ. ചേച്ചി. ആ, ആശ ചേച്ചിയല്ലല്ലേ? ആശ ഇതെന്താ മോൻസി. നിന്റെ പേര് തന്നെയാ? അതെ അതെ അതെ, ആ. ആശാന്നല്ല, പേര് മോൻസി എന്നാണ്. ആ. ഞാൻ തിരുവനന്തപുരം ജില്ലയില് ആറ്റിങ്ങൽ മണ്ഡലത്തില് മണമ്പൂരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്, ഗ്രാമത്തില്. കൊള്ളാതെ നീ ഒരു പേര് അഡ്രസ് സ്ഥലം പറഞ്ഞു, നിന്നെ അവിടെ പിടിച്ചോളാം. ഓക്കെ. എന്റെ സംശയം എന്തായിരുന്നു വെച്ചാൽ, എല്ലാരും ഉറങ്ങുമ്പോൾ നമ്മൾ ഉണരുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും എല്ലാരും ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങുകയും ചെയ്യുമ്പോൾ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അത് ഞാൻ ഈ ആസ്ട്രോളജി ബേസ് ചെയ്തിട്ട് നോക്കിയപ്പോ ഇപ്പൊ ഞാൻ അങ്ങനെ പറയാറില്ല. പണ്ട് എല്ലാവരും ഉറങ്ങുന്ന് പറയാറില്ലേ? അതായത് ചില ആളുകൾ പകല് കിടന്നുറങ്ങും. ഇതായിരിക്കുന്നു ഓരോരുത്തന്മാരോട് ഇരിക്കുന്ന മുമ്പിൽ അത് പകല് കിടന്നുറങ്ങും, ചിലർക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ചില ആളുകളുടെ ജാതകത്തിൽ അങ്ങനെയാണ്. ചന്ദ്രനെ ബേസ് ചെയ്ത് ജനിക്കുന്ന ആളുകൾക്ക് രാത്രി ഉറക്കം കിട്ടില്ല. അവരെ ബോഡിയിൽ രാത്രിയിലാണ് എനർജി കൂടുതൽ. എനിക്ക് ഏറ്റവും ലക്ക് എന്താ ഉണ്ടായെന്നറിയോ? എനിക്ക് രാത്രി ഉറക്കം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ വെച്ചാൽ എനിക്ക് രോഗാന്ന് വിചാരിച്ചത്. എല്ലാവരും ഞാൻ ഈ ഇംഗ്ലീഷ് സിനിമ HBO അതുപോലെ തന്നെ സ്റ്റാർ മൂവ്സ് അന്നത്തെ സംഭവമാണ്. 8ാം ക്ലാസ് മുതൽ ഈ TV ചാനൽ വെച്ച് ഇരുന്നിരുന്ന് 2 മണി 2:30 ആകുമ്പോൾ കിടന്നുറങ്ങും. എന്നിട്ടൊരു 8, പക്ഷെ ഞാനൊന്ന് നേരത്തെ എനിക്ക് 8 മണിക്ക് എനിക്ക് കിട്ടാം. എന്നാലും 8 മണിക്കൊക്കെ എനിക്കായിരുന്നു. പക്ഷെ എന്നിട്ട് കിടന്നു. ഇങ്ങനെയാണ് സംഭവം. പക്ഷെ എന്റെ നേരെ ഓപ്പോസിറ്റാ. ഇതെന്താണ് റിസർച്ച് ചെയ്തപ്പോൾ കാര്യം മനസ്സിലായത്? ചന്ദ്രന്റെ റേഡിയേഷൻ ഉള്ള ആളുകൾക്ക് ചന്ദ്രൻ ആകാശത്ത് ഉണർന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരില്ല. സ്വാഭാവികം. പക്ഷെ അത് ഗുണം എന്താ പറയും, അങ്ങനെ രാത്രി ഉറങ്ങാതിരിക്കുന്നവൻ ആരാണോ അവനാണ് കൂടുതൽ മുൻപോട്ട് പോവുക എന്നർത്ഥം. കാരണം അവന് പഠിക്കാനായിട്ട് അപ്ഡേറ്റ് ആവാനുള്ള സമയം കിട്ടും. അവൻ ആരുമില്ല, ശല്യമില്ലാതെ പഠിക്കാൻ. രാത്രി ആയതുകൊണ്ട് അപ്പർ ലെവലിൽ നിന്നും വരുന്ന ഡിസ്റ്റർബൻസ് ഇല്ലാത്തത് കൊണ്ടും ബ്രെയിൻ വേറെ രീതിയിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടും മോർണിംഗിലുള്ള ബ്രെയിൻ അല്ല രാത്രി, അതുകൊണ്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതുകൊണ്ട് രാത്രി ഉണർന്നിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ രോഗമുണ്ടെങ്കിൽ അത് രോഗമല്ല, ദൈവം തന്ന വരമാണ്. നിങ്ങളിൽ ആരെങ്കിലും രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, അയ്യോ ദൈവമേ രാത്രി ഉറങ്ങത്തില്ല, രാത്രി ഇങ്ങനെ കണ്ണും പിടിച്ച് കിടക്കുക, 12 മണിക്ക് ഉറക്കം വരുന്ന ഇതെന്താ സംഭവം? അത് നിങ്ങൾക്ക് ദൈവം തന്നൊരു വരമാണ്, അത് അനുഗ്രഹമാണ്. അതിന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഏതെങ്കിലും ഒരു അപ്പർ ലെവലിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സമയമാണ്. മറ്റുള്ളവർക്ക് അത് കിട്ടൂല. കാരണം കാലത്ത് 6 മണിക്ക് എഴുന്നേൽക്കണ്, കുളിക്കണ്, ഭക്ഷണം കഴിച്ച് നേരെ ബാഗ് എടുത്ത് വണ്ടി എടുത്ത് ജോലിക്ക് പോണ്. അവിടെ മുതലാളി ചീത്തയും കേട്ട് പണിയെടുത്ത് വശക്കേടായി പ്രാന്ത് പിടിച്ച് മെന്റലായി ഉച്ചയ്ക്ക് ഊണും കഴിച്ച് അത് കഴിഞ്ഞ് എങ്ങനെയും വൈകുന്നേരം ആയാൽ മതി എന്ന് ആലോചിച്ച് അവിടുന്ന് വൈകുന്നേരം 6 മണിക്ക് ജോലിയും കഴിഞ്ഞ് വരുന്നു, വണ്ടി പിടിച്ച് വീട്ടിലെത്തി 7:30 എത്തുന്നു. അപ്പൊ ഈ പിള്ളേർ കൂടെ കളിച്ച് 1 മണിക്കൂർ വേസ്റ്റ് ടൈം ഇതിലും ഭാര്യ പറഞ്ഞത് ഫുഡ് കഴിക്കും. അപ്പൊ 8 മണിയായി, 8 മണി 8:30 ഫുഡ് കഴിക്കുന്നു. നാളെ അത് ജോലിക്ക് പോണ്ടേ? സുഖമായിട്ട് കിടന്നു വീണ്ടും ഭാര്യയുടെ കൂടെ കിടന്നു. ഒരു 10 മണി 9 തന്നെ കിടന്നു. വീണ്ടും 6. ഇത് എന്ത് ലോകം? എനിക്കിതിൽ സംശയം വരാൻ തോന്നിയത് എന്താന്ന് വെച്ചാൽ, രാത്രി നമ്മൾ ഉറങ്ങാതെ ഇരുന്നിട്ട് രാവിലെ ഭയങ്കര തലവേദനയാണ്. അത് ഞാൻ ഒരു തവണ ചേട്ടന്റെ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നീ ബാലൻസ് ചെയ്യണം. അതായത് നിന്റെ ഉറക്കത്തിന്റെ അവർ ഉണ്ടല്ലോ, അവറിന് നീ എത്ര മണിക്കൂർ ഉറങ്ങുന്ന കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിന്റെ അവറിനെ നീ ബാലൻസ് ചെയ്യണം. അതായത് ഞാൻ മറ്റേ ബാൻഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു. 5-6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ഇപ്പൊ ബാൻഡ് കെട്ടിയിട്ടുണ്ട്. ബാൻഡ് കെട്ടിട്ട് ഞാനത് സ്ലീപ്പിംഗ് മോഡ് ഓൺ ആക്കിയിട്ട് എത്ര മണിക്കൂർ കണക്ക് കൂട്ടി ഞാൻ എന്ത് ചെയ്തു, രാത്രിയിൽ 4 മണിക്കൂർ ഉറങ്ങി, ബാക്കി 2 മണിക്കൂർ പകൽ ഉച്ചയ്ക്ക് ഉറങ്ങും. 1 മണിക്ക് 2 മണിക്കായിട്ടായിരിക്കും. കാരണം എനിക്ക് ബിസിനസ് മേഖല ആയതുകൊണ്ട് പിന്നെ ടെൻഷൻ ജോലിക്ക് പോകണ്ടല്ലോ. അപ്പൊ ഞാനത് ഇപ്പോഴും ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. ഇന്നലെ 12 മണിക്ക് 11 മണി 1 മണിക്കൂർ ഉറങ്ങിയിട്ട് 4 മണിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഉച്ചയ്ക്ക് 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ. അതിലും എനിക്ക് 11:30ക്ക് 12 മണിക്ക് ഉറക്കം വന്നിട്ട് 1 മണിക്ക് വരെ 12 തൊട്ട് 1 മണി വരെ 1 മണിക്കൂറും പിന്നെ 2 തൊട്ട് 3 വരെ 1 മണിക്കൂറും. അങ്ങനെ ഞാൻ 2 മണിക്കൂറിന് ബാലൻസ് ചെയ്തു. ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോയാൽ മതി. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ സംശയം. നെക്സ്റ്റ് ആളാരാ? സച്ചി മാധവനാണോ?
വിക്രംജി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വിക്രംജി പരിചയപ്പെട്ടതിൽ ഞാൻ ഒരുപാടധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം ഞാൻ ഒരുപാട് നാൾ അന്വേഷിച്ചിരുന്ന ഒരുപാട് ഉത്തരങ്ങൾക്ക് എനിക്ക് മറുപടി കിട്ടിയിരുന്നു വിക്രംജിയുടെ കയ്യിൽ നിന്ന്. കാര്യം വിക്രംജി പറഞ്ഞിട്ടില്ലേ, ചില കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. എനിക്ക് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാര്യം അതായത് ഇപ്പൊ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ എനിക്ക് അറിയാൻ പറ്റും. അതായത് എന്റെ മാരേജ് കഴിയുന്നതിന് മുമ്പ് എനിക്ക് നല്ല രീതിയിൽ അത് അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് മാരേജ് കഴിഞ്ഞതിന് ശേഷം കുറച്ചത് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോഴത് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് സംഭവം. ഓരോന്നിങ്ങനെ അറിയാൻ പറ്റും. ചിലപ്പോ നമ്മുടെ കൺമുന്നിൽ എന്തെങ്കിലും നടക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും. ഇങ്ങനെ സംഭവം നടക്കാൻ കിട്ടും. കുറെ പേരുണ്ട് എന്റെ ഗ്രൂപ്പിൽ, കുറെ പേരുണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുണ്ട്. അതിനുള്ള മെഡിറ്റേഷൻ ഉണ്ട്. അതിന് വേണ്ടി ത്രാട്ടിക മെഡിറ്റേഷൻ, അതുപോലെ തന്നെ സൺ മെഡിറ്റേഷൻ, മൂൺ മെഡിറ്റേഷൻ നിങ്ങൾ പഠിപ്പിച്ചു. അത് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കോഴ്സിൽ ഇത് വരും. സൺ മെഡിറ്റേഷൻ ചെയ്താൽ മതി. രാത്രി ചന്ദ്രനെ നോക്കിയിട്ട്, അല്ല മൂൺ മെഡിറ്റേഷൻ ചെയ്താൽ മതി. രാത്രി ചന്ദ്രനെ നോക്കിയിട്ട് ഒരു 15 മിനിറ്റ് കണ്ണ് തുറന്നിരിക്കുക. ചന്ദ്രനെ നോക്കിയിട്ട് മൂൺ മെഡിറ്റേഷൻ ചെയ്താൽ മതി. അത് ഭയങ്കര പവറായിട്ട് വരും. നമ്മളെ ഫ്രണ്ട്സ് ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പൊ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും നുണ പറയുക, ഇപ്പൊ എവിടെയെങ്കിലും വന്നിട്ട് വേറെ ഇന്നടുത്ത് നിൽക്കുന്ന പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും ആൾ ഇന്നടുത്താണ് നിൽക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതെ, ശരിക്കും അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അതെനിക്ക് ഇത് സംഭവങ്ങൾ ഒരുപാട് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് എന്താണെന്നൊരു അത് പ്രോപ്പർ വാല്യൂ ഡെവലപ്പ് ചെയ്യാൻ പോകണം. കുറെ പേര് ഡെവലപ്പ് ചെയ്യാൻ പോയിട്ട് ആ സിദ്ധി നശിച്ചിട്ട് അയ്യോ ഞാൻ എന്താ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. സോ പ്രോപ്പർ വാല്യൂ അത് പോകണം. ഓക്കെ, നല്ലൊരു ഗുരുവിനെ കണ്ടുപിടിച്ചാണ് പോകേണ്ടത്. തീർച്ചയായിട്ടും വഴി പറഞ്ഞു. അതാണ് ഞാൻ നമ്മൾ അങ്ങനെ ഒരു ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, പേടിക്കണ്ട. ഇതിനാണ് ക്ലബ്ബ് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതെ, അതാണ് ഞാൻ മിത്രജിയെ കിട്ടിയത്. ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം ഞാനിത് എവിടെ നിന്ന് എങ്ങനെ ഇത് തപ്പി പോകുമ്പോഴത്തേക്കാണ് ഞാൻ ഫേസ്ബുക്കിൽ ഞാനേ ഇന്ന് സംശയങ്ങൾ ചോദിക്കാനുള്ളതുകൊണ്ടാണ് നമുക്കത് ചർച്ച ചെയ്യാം. ഇത് മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴി പറയാം. അലീഷ ചേച്ചി, സൗണ്ട് ഇല്ല ചേച്ചി. സൗണ്ടിന് എന്താ പ്രശ്നം ചേച്ചി? ഇല്ല, അൺമ്യൂട്ട് ചെയ്തു. സൗണ്ട് ഇല്ല ചേച്ചി. ആ ഹെഡ്സെറ്റ് എന്താ കംപ്ലൈന്റ് ഉണ്ട്? ഓക്കെ. എന്റെ അച്ഛന്റെ ഒരു ലൈഫിൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഈ കൾട്ടിവേറ്റ് കോൺഷ്യസ്നസും സോഷ്യൽ സർവീസും ഒക്കെ പ്രീവിയസ്ലി നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ആളാണ്, അതായത് യൂസ് ചെയ്ത ആളാണ്. അതായത് അച്ഛൻ ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. പൊളിറ്റീഷ്യന് ഉപരി ആളുടെ എന്താ പറയാ ഫുൾ സ്വത്തുക്കൾ പോലും ഫുള്ള് സൊസൈറ്റിക്ക് വേണ്ടി അങ്ങനെ സെർവ് ചെയ്ത ഒരാളായിരുന്നു. അതായത് മൊത്തത്തിൽ ഞാൻ ഹൈ റേഞ്ചിലാണ്. അപ്പം ഇവിടെ മൊത്തത്തില് ആ ഒരു കാലഘട്ടത്തില് തോട്ടം തൊഴിലാളികൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മൊത്തം നാടിന് തന്നെ മൊത്തത്തിൽ മാറ്റം വരുത്തിയ ഒരാളായിരുന്നു. പക്ഷെ ഒരു പോയിന്റിന് ശേഷം ആൾക്ക് മുന്നോട്ട് പോകാനോ അത് ലാസ്റ്റ് സൊസൈറ്റിയിൽ ഒന്നും അല്ലാത്ത രീതിയിലേക്ക് ഒരു എൻഡിങ് ഉണ്ടായി. അത് ആ ഒരു എൻഡിങ് എന്താ അതിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞ പോലെ നമ്മളും മൊത്തം സൊസൈറ്റിയിൽ മാറ്റപ്പെട്ടു. അത് എവിടെയാണ് ഒരു ഫോൾട്ട് പറ്റിയത്, എന്തായിരുന്നു എന്താ ചെയ്തെന്ന് അറിയണ്ടേ? അങ്ങനെ കാര്യമുണ്ട്. അത് കളക്റ്റീവ് കോൺഷ്യസ് ഉപയോഗിക്കുമ്പോ, പ്രപഞ്ചം നമ്മൾ ഉപയോഗിക്കുമ്പോ നമ്മൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താന്ന് കൂടി പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഞാൻ ഉദാഹരണം പറഞ്ഞില്ലേ, ഞാൻ ഫോൺ മേടിച്ചു, പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ? ഞാൻ കൂടുതൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ തരാൻ പറ്റി, കൂടുതൽ പഠിക്കാൻ പറ്റി, ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇതാവാൻ പറ്റി, കുറെ വീഡിയോസിലൊക്കെ എനിക്ക് എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാൻ പറ്റി, കുറെ ദൂരം നിൽക്കുന്ന സാധനങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പറ്റി, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ നാടിന് എന്തെങ്കിലും ഉപകാരമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ പേഴ്സണൽ ആവശ്യത്തിന് ഞാൻ കളക്റ്റീവ് കോഴ്സ് ഉപയോഗിച്ച് എന്റെ പേഴ്സണൽ ജീവിതത്തിന് വേണ്ടി അല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് ഞാൻ ഒരു കാർ എടുത്താൽ അത് ആ കാർ കൊണ്ട് എനിക്ക് ഓടി എത്താൻ പറ്റുന്നതും, ഈ ടാബിന് ഇപ്പോ 96,000 1 ലക്ഷം വില ഉണ്ട്. ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന ടാബിന്റെ വില സാംസങ്ങിന്റെ S11+. പക്ഷെ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ പേഴ്സണൽ ആവശ്യത്തിനല്ല. ഞാൻ വല്ല ആഴ്ചയിലൊക്കെ മാത്രമേ വല്ല സിനിമ കാണാൻ ഇത് ഉപയോഗിക്കുള്ളൂ. ഇന്നലെ കുറെ നാളിന് ശേഷം ഇന്നലെ രാത്രി ഒരു സിനിമ അങ്ങനെ ഇറക്കിയ ഒരു പീക്കില് ഒരു സമയത്തൊക്കെ മാത്രമേ ഞാൻ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുള്ളൂ. അല്ലാതെ ഞാൻ ടാബ് വേറെ ആവശ്യത്തിന് ഞാൻ ഉപയോഗിക്കില്ല. ഇവിടെ ആരും കണ്ടിട്ടില്ല അത് ഉപയോഗിക്കണത്. എന്റെ പേഴ്സണൽ ആവശ്യത്തിന് ഞാൻ ഉപയോഗിക്കാറില്ല. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഈ പബ്ലിക് ജനത്തിന് വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പണം കൊടുത്തൊരു സാധനം മേടിക്കുമ്പോ കാർ ആയിക്കോട്ടെ, ടാബ് ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ,
അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. ആളെന്ന് പറഞ്ഞാൽ നമ്മള് ഫാമിലിനേക്കാൾ ഉപരി സൊസൈറ്റിക്ക് ഇമ്പോർട്ടന്റ്, മരിക്കുന്നിടം വരെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റപ്പിൽ പോയ ഒരാളാണ്. അത് പക്ഷെ അത് ആ കർമ്മ, അത് ആളുടെ ജാതകം നോക്കേണ്ടി വരും. അത് ആസ്ട്രോളജി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചോദിച്ച ചോദ്യം. അത് ഇതുമായിട്ട് ബന്ധമില്ല. ഓക്കെ, ഓക്കെ ഹായ്, ഒരു കാര്യം ഹലോ, ഹായ്. എഴുതത്തേ ഉള്ളു. പിന്നെ ഇതേപോലെ ഈ കുറച്ച് കാര്യങ്ങൾ നേരത്തെ അറിയാൻ പറ്റും എന്ന് പറയുന്ന സംഭവം, അതെന്താ പറയാ, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫ്ലോ ഇല്ല. ഇടയ്ക്ക് അതൊരു സ്കൂൾ ടൈമിൽ 8th 9th പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു കാര്യം, സപ്പോസ് ഒരു ഇന്റർവ്യൂവിന് പോകാനെല്ലാം പ്രിപ്പയർ ആയി, പക്ഷെ ഇറങ്ങി കഴിയുമ്പോൾ അറിയാം ഓക്കെ ഇത് വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ആക്ഷൻ എടുത്തു കഴിയുമ്പോഴാണ് ഇപ്പൊ സപ്പോസ് എന്താ പറയാ, ഇപ്പൊ ഒരാളുടെ കല്യാണമാണെങ്കിൽ അത് കഴിഞ്ഞ് കഴിയുമ്പം ഓക്കെ അത് അതെന്താ അറിയോ, അത് ഒരുവിധം എല്ലാവർക്കും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെങ്ങനെയാണ് കൂട്ടേണ്ടത് എന്നറിയില്ല. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ് എടുത്തരാന്നേ ഒരു ദിവസം. ഈ സംഭവിക്കാൻ പോകുന്ന കാരണം മുൻകൂട്ടി കാണുന്ന ആളുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഒരു ക്ലാസ് ഞാൻ എടുത്തരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ചിലത് ആക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും, ചില അതിന് മുമ്പ്. ഇല്ല, അത് പറഞ്ഞുതരാം. അതിന് ഒരു വ്യക്തമായിട്ട് ക്ലാസ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സംശയങ്ങൾ എന്താണ് ഇത്തരം നാളത്തെ ക്ലാസ്സിന്റെ ഇടയിൽ? ഓപ്പൺ ചെയ്യണ്ട, കുറച്ച് നേരം. കളക്റ്റീവ് കോൺഷ്യസ്നെസ് തന്നെ ഇപ്പൊ ഇതേപോലെ ഞാനിപ്പോ സപ്പോസ് ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയില് നിങ്ങൾ ചേച്ചിക്ക് ജോലി കിട്ടിയാൽ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ട് എന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം ചേച്ചി പ്രപഞ്ചത്തിന് കൊടുത്താൽ ചേച്ചി ജോലി ഉടനെ കിട്ടും. ചേച്ചി അങ്ങനെ മറ്റുള്ളവർക്ക്, ചേച്ചിയുടെ കൂട്ടുകാരികള്, ഫ്രണ്ട്സ്, ഇവൾക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ ഇവര് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ചേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അവരെ കൊണ്ട് അങ്ങനെ പ്രാർത്ഥിപ്പിച്ചാൽ കിട്ടും. അതാണ് കളക്റ്റീവ് കോൺഷ്യസ്നസ്. അവരുടെ നിങ്ങൾക്ക് അത് കിട്ടണം, കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന അവരെ ബോധിപ്പിക്കണം, അത്രയുള്ള സംഭവം. അപ്പൊ അവരുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ സഡൻലി പെട്ടെന്ന് വർക്ക് ചെയ്യും. അത്രയുള്ള കാര്യം. ശരി, സുധീർ ഇതേടാ അവിടെ അൺമ്യൂട്ട് ചെയ്യ്. ആ മ്യൂട്ട്, ആ റെഡ്, ആ മൈക്കിലിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താ അതിന് ഓക്കെ കൊടുക്കും. നമസ്തേ മിത്രൻജി. പിന്നെ ഈ ഭൂതത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതില് പല ഇതിലും കാണുന്നത് ഞാൻ വ്യാളിമുഖം എന്നാണ് അതിനെ കുറിച്ച് കേട്ടിരിക്കുന്നത്. വ്യാളിയല്ലത്, അത് പ്രകൃതീശ്വരിക്ക് ശിവന്റെ അനുഗ്രഹത്താൽ ഉണ്ടായ മകനാണെന്നാണ് കേട്ടത്. അല്ല അല്ല, ശിവന് മുമ്പേ ദൈവമുണ്ട്. അങ്ങനെ ശിവനാണോ ആദ്യം ഉണ്ടായത്? ശിവ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? വാ ശി, തിരിച്ച്, നമ്മളെല്ലാം തിരിച്ച് ഉപയോഗിക്കുന്ന ആളുകളാണ്. വായും ശിയും, അഗ്നിയും കാറ്റും, അതായത് തണുപ്പും ചൂടുമാണ് ശിവ. അപ്പൊ ശിവൻ ആരാ? ചൂടും തണുപ്പും. അതുകൊണ്ടാണല്ലോ വൈബ്രേഷൻസ് നടരാജ വിഗ്രഹത്തില് അഗ്നിയും വൈബ്രേഷനും വെച്ചിരിക്കുന്നത്. ഈ വൈബ്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് തീയിനെ കുറയ്ക്കാനും കൂട്ടാനും കഴിവുണ്ട്. ദാറ്റ് മീൻസ് ശിവൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനോ മൃഗമോ മറ്റേ ജീവിയോ പുലിത്തോലെടുത്തവനോ ശൂലം കൈപിടിച്ചവനല്ല. അത് ഇപ്പൊ ഉണ്ടായതാ. പണ്ട് ശിവന്റെ 1000 കൊല്ലം മുമ്പ് ശിവനുള്ള ഫോട്ടോ ഉണ്ടാ? ഇത് ഇന്ന് വരച്ചതല്ലേ. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശിവൻ എന്താ പറഞ്ഞാൽ മനുഷ്യനായിട്ട് തുള്ളുന്ന മറ്റേ ഭരതനാട്യം ശിവനല്ല ശിവൻ. ശിവൻ എന്ന് എക്സ്ട്രാ എനർജി ഫോഴ്സ്, ചൂടിനെയും തണുപ്പിനെയും കൺട്രോൾ ചെയ്യുന്ന എനർജി ഫോഴ്സ് ആണ് ശിവൻ. അതാണ് ശിവതത്വം. ഇത്ര ഉള്ളു സംഭവം. അപ്പൊ അതുകൊണ്ട് അത് പ്രകൃതിക്ക് മുമ്പേ ഉള്ളതൊന്നല്ല ശിവൻ, ഒരിക്കലല്ല. പ്രകൃതിയുടെ ശിവതത്വത്തിൽ പ്രകൃതി നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മളെ കാണിപ്പിക്കാൻ രൂപവും ഭാവവും ഗന്ധവും നിറവും മണവും നൽകി. ഇത്രയുള്ള സംഭവം. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, ടെലിപ്പതി എന്നുള്ളത് വളരെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അത് എങ്ങനെയെന്നുള്ള ഒരു ക്ലാസ് ടെലിപ്പതിക്ക് ക്ലാസ് എടുത്തുതരാം. അതില് ടെലിപ്പതിയും മാത്രമല്ല, നിങ്ങൾ ഹൈഡ്രോകണിസസ്, ഫയറോകണിസസ്, അതുപോലെ തന്നെ എയറോകണിസസ് ഒക്കെ ഞാൻ പഠിപ്പിക്കാം. ടെലികണിസസ് ഒക്കെ പഠിപ്പിക്കാം. വളരെ നന്ദി. പക്ഷെ അതിന് നമുക്ക് ടൈം കിട്ടില്ല. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ അതൊക്കെ പഠിപ്പിക്കാം, സെക്കൻഡ് ലെവലിൽ കോഴ്സിലൊക്കെ. ഓക്കെ. നമസ്തേ മിത്രൻജി. നമസ്തേ.
ഞാൻ ഹംസയോഗം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു 5 വർഷമായിട്ട് ഹംസയോഗം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതല്ല. അങ്ങനെ ഓർമ്മ കിട്ടുമ്പോഴെല്ലാം ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇടക്ക് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മുതല് ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അത് ഇങ്ങനെ ഒരു മൂളലാണ്, എന്ന് പറഞ്ഞൊരു മൂളലാണ്. പക്ഷെ അത് കേൾക്കാൻ തുടങ്ങിയ അന്ന് മുതല് പിന്നെ അത് ഇതുവരെ സ്റ്റോപ്പ് ആയിട്ടില്ല. അപ്പോ ഹംസയോഗത്തിന്റെ മനസ്സിലായി. ചോദ്യം നിങ്ങൾ രണ്ട് മൂന്ന് സംശയങ്ങളും കൂടെ ഉണ്ട്. ഞാൻ ഉത്തരം തരാം. ചോദ്യം എനിക്ക് ഉത്തരം കിട്ടും. എനിക്ക് നിങ്ങളുടെ ചോദ്യം മനസ്സിലാവുന്നുണ്ട് എന്താ സംഭവം. നിങ്ങൾ ഓം എന്ന് പറഞ്ഞ ശബ്ദമല്ല കേൾക്കുന്നത്, ഓം അല്ല കേൾക്കുന്നത് നിങ്ങൾ. അതായത് ഓം എന്ന് പറഞ്ഞാൽ അതിന് 3 അക്ഷരങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ആ ഉ മ. എന്ന് പറയുമ്പോൾ വയറ് വൈബ്രേറ്റ് ആവും. എന്ന് പറയുമ്പോൾ തൊണ്ടഭാഗം വൈബ്രേറ്റ്, നെഞ്ച് തൊണ്ട വൈബ്രേറ്റ് ആവും. എല്ലാം വൈബ്രേഷൻ ആണല്ലോ. മ ആ ഉ അപ്പൊ തല ഇവിടെ നിന്ന് വൈബ്രേഷൻ പോയിട്ട് ഇവിടെ വൈബ്രേഷൻ ആയിട്ട് ഇവിടെ വൈബ്രേഷൻ ആണ്. അപ്പൊ ആ ഊമ എന്ന് പറഞ്ഞാൽ വയറിൽ നിന്നും എനർജീനെ എടുത്ത്, പൊക്കിളിൽ നിന്നും എനർജീനെ എടുത്ത് നെഞ്ചിലൂടെ കൊണ്ടുവന്ന്, തൊണ്ടയിലൂടെ കൊണ്ടുവന്ന്, മുഖത്തിലൂടെ കൊണ്ടുവന്ന് തേടൈ എന്ന് പറയുന്ന തലയിലേക്ക് സഹസ്രാവതം വഴി ഉയർത്തുക. അതായത് ആത്മ എന്ന് പറയുന്ന സാധനത്തിന്റെ എനർജീനെ വൈബ്രേഷനിലൂടെ ഉയർത്തുക എന്ന് മാത്രമേ ഓം എന്ന അർത്ഥമുള്ളൂ. ആ ആത്മാവിനെ ഉയർത്തുന്ന ശബ്ദമായ മാ എന്ന് പറഞ്ഞ ശബ്ദമാണ് നിങ്ങൾക്ക് കേൾക്കുന്നത്. ആ കേൾക്കുന്ന ശബ്ദത്തെ നിങ്ങൾ അതുപോലെ ഉച്ചരിക്കണം. ഇത്ര ഉള്ള കാര്യം. നിങ്ങൾ അതിനെ ഫോളോ ചെയ്യണം. പക്ഷെ നിങ്ങൾ ഭയപ്പെട്ട് ഫോളോ ചെയ്യുന്നില്ല. ശരിയല്ലേ? ഭയമില്ല. നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ആ സൗണ്ടിനെ ഫോളോ ചെയ്യണം. ഇത്രേ ഉള്ളൂ. അത് സൈലന്റ് ആയിട്ട് അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പോരെ? അല്ലല്ല, നിങ്ങൾ ആ ശബ്ദം ഉരുവിടണം. ആ സൗണ്ടിന്റെ ഫ്രീക്വൻസി ഈ സൗണ്ടിന്റെ ഫ്രീക്വൻസി കറക്റ്റ് ആക്കണം. എങ്ങനെയാണോ കേൾക്കുന്നത് അത് അതുപോലെ തന്നെ നിങ്ങൾ സൗണ്ട് അങ്ങോട്ട് വിട്ടാൽ അത് കണക്ട് ആവുള്ളൂ എന്ന് അർത്ഥം. നിങ്ങൾ കണക്ട് ആവില്ല. 3 കൊല്ലം പിടിക്കും. അത് പ്രൊനൗൺസ് ചെയ്യണം. യെസ്, ഉച്ചരിക്കണം. നിങ്ങൾ ആ സൗണ്ട് അതേ സൗണ്ടിൽ അതേ ഫ്രീക്വൻസിയിൽ തന്നെ അതേപോലെ തന്നെ അത് മാച്ച് ആക്കണം. മാച്ച് ആക്കുമ്പോൾ ആ സൗണ്ട് കേൾക്കാൻ പറ്റില്ല, മാച്ച് ആവും. സൗണ്ട് കുറച്ച് ചെയ്യണം കേട്ടോ. നിങ്ങൾ വലുതായിട്ടില്ല. അവിടെ നിന്ന് വരുന്ന ഫ്രീക്വൻസി എത്രയാണോ കേൾക്കുന്നത് അതേ ഫ്രീക്വൻസി തന്നെ വിടാൻ പാടുള്ളൂ അങ്ങോട്ട്. പിന്നെ ബാലൻസ് ആണ്. 3 കൊല്ലം പിടിക്കൂട്ടാ. നിങ്ങൾ നാളെ 3 കൊല്ലം പിടിക്കും. അടുത്ത സംശയം ഈ ആജ്ഞാചക്രത്തില് ഒരു തത്വം ഇരിപ്പുണ്ട്, അതിന് വേറെ ഒന്നുമായിട്ട് ബന്ധമില്ല എന്ന് മതി. തരം നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന ഉത്തരം കിട്ടും. അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, മനാഹതം, വിശുദ്ധി. ആജ്ഞാചക്രത്തിന് പ്രപഞ്ചതത്വം, അതായത് പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത തത്വമാണ് ആകാശതത്വം. കാരണം ആകാശതത്വത്തിന് കീഴിലാണ് ഈ എല്ലാ ഭൂതം ഇതൊക്കെ ഇരിക്കുന്നത്. ആകാശമാണ് ഭൂതം. അപ്പൊ ഭൂതതത്വത്തിലാണ് എന്തിരിക്കുന്നത്? തേടയിരിക്കുന്നത്. അതായത് ഭൂതത്തിലേക്ക് ഡയറക്റ്റ് ദൈവങ്ങളില്ലാതെ ദൈവത്തിന്റെയും മുകളിലുള്ള ഭൂതത്തിലേക്ക് ഡയറക്റ്റ് കണക്ട് ആവാൻ പറ്റുന്ന ഈ സിഗ്നലിനെ വിളിക്കുന്ന തേടൈ. എന്തുകൊണ്ടാണ് തേടൈ 3-ാം കണ്ണെന്ന് വിളിക്കുന്ന അറിയോ? അറിയില്ലോ. നാളത്തെ ക്ലാസ് 369 ആയിരിക്കും. 369 എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ടെസ്ല കോഡ് അത് പറഞ്ഞാൽ അപ്പൊ 3-ാം കണ്ണിന് എന്തുകൊണ്ട് 3-ാം കണ്ണെന്ന് വിളിക്കുന്നു, 3 എന്നുള്ള കണ്ണെന്ന് വിളിക്കുന്നു, 3 സംഖ്യന്ന് വിളിക്കുന്നു, 369 എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ. അപ്പൊ ആ 3 എന്ന സംഖ്യക്ക് 3 എന്ന വൈബ്രേഷന് പ്രപഞ്ചവുമായിട്ട് ബന്ധമില്ല. ഇറ്റ്സ് അപ്പർ കോൺഷ്യസ്നസ്, സൂപ്പർ കോൺഷ്യസ്നസ്. അത് അവിടെ കണക്ട് ആയി കഴിഞ്ഞാൽ ദൈവങ്ങൾ വേണ്ട. ദൈവങ്ങളില്ലാതെ നമുക്ക് പ്രകൃതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ പ്രകൃതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യണ്ടേ? പള്ളിയിൽ പോണ്ടേ? നമ്മൾ പള്ളിയിലും അമ്പലത്തിൽ പോകാതെ ദൈവത്തിന്റെ അടുത്ത് പോകാതെ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിലാണ് തേടൈ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തേടൈ മെഡിറ്റേഷൻ നമ്മൾ ഓടിച്ചാടി വരുന്നത്. അമ്പലത്തിൽ പോണ്ടല്ലോ, വേറെ വഴിപാട് വേണ്ടല്ലോ, നേരിട്ട് കണക്ട് ആകാൻ പറ്റും. അങ്ങനെ കണക്ട് ആയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ നിന്ന് പോകാത്തത്. ഇപ്പൊ കാര്യം മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഭൂതങ്ങൾക്ക് എന്താണ് ഈ പേടിപ്പെടുത്തുന്ന രൂപം കൊടുത്തേക്കുന്നത്? നമ്മുടെ അമ്പലങ്ങളുടെ മുകളില് ഭൂതത്തിന്റെ ചിത്രങ്ങൾ ഒരു മിനിറ്റ്, ശരിക്കും അത് പേടിപ്പെടുന്ന രൂപമാണോ? അല്ല, കണ്ണൊക്കെ തള്ളി ഇങ്ങനെ ഒരു എല്ലാത്തിനും ശിവന് രൂപം കൊടുത്താരാ? മനുഷ്യൻ. കൃഷ്ണന് രൂപം കൊടുത്താരാ? മനുഷ്യൻ. എല്ലാത്തിനും രൂപം കൊടുത്താരാ? മനുഷ്യനല്ലേ. ആ മനുഷ്യൻ പേടിപ്പെടുന്ന രൂപം കൊടുത്തത് അവിടേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിട്ടാ.
അത് നിങ്ങൾ അറിയാതെ ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടി ഭയപ്പെടുത്തുന്ന രൂപം കൊടുത്തു. പണ്ട് കാലത്ത് മറ്റേ തറവാട്ടിൽ നിന്ന് മുറുക്കിയിട്ട് തെക്ക് ഭാഗത്തേക്ക് പോണ്ട, അവിടെ യക്ഷിനിയുണ്ട്, ഞങ്ങള് പോണ്ടെന്ന് പറയില്ലേ. തെക്കിനി ഒരു കൊട്ടാരത്തിൽ തെക്കിനി ഡോറുണ്ടാവും ഇല്ലേ, അവിടെ പോരെന്ന് പറയില്ലേ. മനുഷ്യരുടെ സിനിമ ഉണ്ടല്ലേ. അതെന്താ? രാഹു ആണ്. മന്ത്രങ്ങളും പൂജകളും മന്ത്രവാദങ്ങളും ചെയ്യുന്നത് ആ രാഹുവിനെ ഉപയോഗിച്ചിട്ടാ. ആ രാഹുവിനെ നിങ്ങൾ അറിയാതിരിക്കാൻ അതിനെ യക്ഷി എന്നും അതിനെ പ്രേതമെന്നും വെളുത്ത സാരി എടുത്തിട്ട് നിങ്ങളെ ഭയപ്പെടുത്തി വെച്ചു. അതേപോലെ തന്നെ അമ്പലത്തിൽ വെച്ചു. ഇത്രയുള്ള സംഭവം. യക്ഷികളൊന്നും ഒന്നും ചെയ്യില്ല. യക്ഷിണികൾ 18 തരം യക്ഷിണികളുണ്ട്. അതിനെ കുറിച്ചെല്ലാം പഠിച്ചിട്ടുണ്ട്. അതിന്റെ മന്ത്രങ്ങളുണ്ട്. അത് ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ യക്ഷിണി വന്നിട്ട് നിങ്ങൾക്ക് പല സിദ്ധികളും തരും. അത് തരാതിരിക്കാൻ അവന്മാര് പ്രേതമാണ്, ഇത് യക്ഷിയാണ്, കൊല്ലും ചോര കുടിയെന്നൊക്കെ സിനിമ ഇറക്കി നിങ്ങളുടെ മൈൻഡ് കുളമാക്കി വെച്ചത് നമ്മുടെ കുഴപ്പമില്ല. അതേപോലെ അമ്പലങ്ങളുടെ മുകളിൽ ഇത് വെച്ചത് ഇതിനേക്ക് നോക്കാതിരിക്കാനാ. എന്തുകൊണ്ട് ഇത്ര കാലം നിങ്ങൾ ശ്രദ്ധിച്ചില്ല? ആ പേടിപ്പെടുന്ന ആയതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നത്. ഇപ്പൊ കാര്യം മനസ്സിലായോ? മനസ്സിലായി സാർ. അത് പേടിപ്പെടുത്തുന്നതാക്കി വെക്കുന്നതാ, നിങ്ങളെ പോലെ നമ്മളെ പോലെ ആളുകൾ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി. അതാണ് എന്റെ കാര്യം. കഴിഞ്ഞോ? അതെ, മിത്രജി നമസ്തേ. ഞാൻ ചോദിച്ചെന്ന് വെച്ചാലേ, നമുക്ക് ദേവന്മാർക്കും ദേവിമാർക്കും മൂലമന്ത്രം ഉണ്ടല്ലോ, അതേപോലെ ഭൂതത്തിന് വല്ല മൂലമന്ത്രം വല്ലതും ഉണ്ടോ? ഇല്ല, ഭൂതത്തിന് മൂലമന്ത്രം ഇല്ല പറഞ്ഞു. ഭൂതം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് കണക്റ്റഡ് അല്ല, ഫ്രീക്വൻസിയുമായിട്ട് കണക്റ്റഡ് അല്ല. അത് ഇതിന് ഫ്രീക്വൻസി ഇല്ല. മനസ്സിലായോ? ഇത് എല്ലാവരിലും കണക്ട് ചെയ്യുന്ന തത്വ. ഇതിന് ഒരു ഫ്രീക്വൻസിയിൽ എല്ലായിടത്തും സപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ദീക്ഷ കിട്ടാൻ പോയാൽ എല്ലാവർക്കും ഒരേ ദീക്ഷ കിട്ടില്ല. ഓരോരുത്തർക്ക് വേറെ 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 ദീക്ഷ കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റേ സന്യാസത്തിന് പോയാൽ നിങ്ങൾക്ക് വേറെ പേരിടും, നിങ്ങൾക്ക് വേറെ ദീക്ഷ കിട്ടും, ഓരോരുത്തർക്ക് വേറെ വേറെ. പക്ഷെ ഈ ഭൂതതത്വത്തിന് ഒരൊറ്റ ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ. അത് എല്ലാ ഫ്രീക്വൻസിയിലും ഇത് വർക്ക് ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിൽ വൈദ്യുതി പോകുന്ന മാറ്റർ ആണെങ്കിൽ ഇതെല്ലാത്തിലും വർക്ക് ചെയ്യും. ഉപ്പ് എല്ലാ കറിയിലും ഇടുന്ന പറഞ്ഞ പോലെ ഉപ്പില്ലാത്ത കറിയില്ലെന്ന് പറഞ്ഞ ഉപ്പ് എല്ലാ കറിയിലും ഇടില്ലേ? ഒരു അണുനാശിനി കൂടിയാണല്ലോ. ഇപ്പൊ ഉപ്പ് എല്ലാ കറിയിലും ഇടുന്ന പോലെ അതെല്ലാത്തിനും വർക്ക് ചെയ്യും. കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം, എല്ലാത്തിനും വർക്ക് ചെയ്യും. അപ്പൊ ഈ ഭൂതഗണത്തിന്റെ ഈ ഫ്രീക്വൻസി എല്ലാ ദൈവത്തിന്റെ എല്ലാ ഫ്രീക്വൻസിനും വർക്ക് ചെയ്യും. എല്ലാ അമ്പലത്തിലും ഇതുണ്ട്. പ്രശ്നം മിത്രാഞ്ജലി, ഞാൻ ഫോണിൽ ഒരു പ്രാവശ്യം സൺഡേയിൽ ഞാൻ വിളിച്ച് കണക്ട് ചെയ്തായിരുന്നു. അപ്പൊ അതിലേ മിത്രജി പറഞ്ഞതെന്ന് വെച്ചാല് അധ്യാത്മികയിലോട്ട് വരേണ്ട ആവശ്യമുണ്ട്, അധ്യാത്മികയിലോട്ട് വരേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ശരിക്കും അധ്യാത്മിക എന്ന് വെച്ചാൽ ഫാമിലി ഉപേക്ഷിക്കുന്ന സിസ്റ്റം ആണോ, അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ആത്മീക മേഖല ഫാമിലി ഉപേക്ഷിച്ച് നിങ്ങളോട് ആരാ പറഞ്ഞേ? പണ്ടത്തെ മറ്റേ കാട്ടിൽ പോയി സന്യസിക്കുന്ന ഒരു ഭാര്യനെ കൊണ്ടുപോയി നിങ്ങൾ കഥ പഠിച്ചിട്ടില്ലേ? ഭാര്യനും മക്കളെ കൊണ്ടുപോയിട്ട് കാട്ടിൽ പോയി ധ്യാനിക്കണ്ടായിരുന്നു. ആരാ പറഞ്ഞ ഫാമിലി ഉപേക്ഷിക്കാൻ? ഫാമിലിയിൽ നിന്ന് നിങ്ങൾ അകറ്റി നിർത്തും. അത് വിദേശത്തേക്ക് പോവാം, അകറ്റി നിർത്തും. ആ ഫ്രീക്വൻസി ആയി നിങ്ങളുടെ ബോഡി പവർ ആകുന്നത് വരെ ഫാമിലി നിങ്ങൾ മാറ്റി നിർത്തും. അത്രേ ഉള്ളൂ. രണ്ട് ഫാമിലി ഇല്ലാതിരിക്കില്ല. താമസിക്കുമ്പോ അങ്ങനെയാണ് പണ്ടത്തെ വീട്ടന്മാരൊക്കെ കാട്ടിൽ പോയി ഭാര്യ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. അതെ, ഇതേപോലെ എനിക്കൊരു കുടുംബത്തിൽ നിന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ചോദിക്കാൻ വേണ്ടി പറ്റുന്നൊരു കൺസെപ്റ്റ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു ഇത് കിട്ടണമല്ല. അതായത് നമ്മള് 41 മുമ്പായിട്ട് തലേ ദിവസം നമ്മളവിടെ കാവലിരിക്കുമല്ലോ, അതെല്ലാം ഒരുക്കിയിട്ട് കാവലിരിക്കുമല്ലോ. ആ കാവലിരിക്കുന്ന ടൈമിൽ ഞാനും എന്റെ പാപ്പ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ ദേവിയുടെ മുമ്പിൽ കിടപ്പുണ്ട്, ഞാൻ ഹനുമാൻ സ്വാമിയുടെ സൈഡിൽ കിടപ്പുന്നുണ്ട്. അപ്പൊ ഇത് വെളുപ്പിൽ 2 മണിയായപ്പോഴും പുള്ളിക്കാരൻ ബാത്റൂമിൽ പോയി. അപ്പൊ ആ സൗണ്ട് ആയിട്ട് ഞാൻ എഴുന്നേറ്റ്. അപ്പൊ പുള്ളി വന്നിട്ട് വീണ്ടും കിടന്നുറങ്ങി. അപ്പൊ ഞാനിങ്ങനെ സൈഡിൽ മറ്റേ റൈറ്റ് സൈഡിലോട്ട് തലം തിരിച്ച് കിടക്കുകയാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇവിടെ ഒരു മനുഷ്യനുള്ള ഫുള്ള് ഗേറ്റ് ഒക്കെ അടച്ചിട്ടൊക്കെയാണ്, പിന്നെ എന്തിനു വേണ്ടിയാണ് വെറുതെ കാവലിരിക്കണം, ഒരു പട്ടിച്ചതിനോട് ഇല്ലെന്നുള്ള ലെവലിൽ ചിന്തിച്ച് കിടക്കുകയാണ്. അപ്പോ എന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ വലിയൊരു കാൽപാത ഇങ്ങനെ ചവിട്ടി ചവിട്ടി വന്നിട്ട് എന്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്, എന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ പിടിച്ച് എന്താ കൺസെപ്റ്റ്? അതായത് ഇങ്ങനെ പണ്ടേ ഒരാൾ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് എന്നോട് പറയണേ, ഞാൻ ഇങ്ങനെ ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ
കൃഷ്ണന്റെ എനർജി ഇങ്ങനെ വന്ന് ശ്രീകൃഷ്ണൻ മയിൽപ്പീലെടുത്ത് എന്റെ തലച്ചോറിൽ ഡാൻസ് കളിക്കുക, ഇറങ്ങി പോടാന്ന് പറഞ്ഞു. നിനക്ക് പ്രാന്താവക്കണം. ദൈവത്തിനെ അങ്ങനെ കാണില്ല. നിങ്ങൾ ഈ കാൽപാദവും ഈ പറഞ്ഞ സാധനങ്ങളും ഇതൊന്നും കാണില്ല. ദൈവത്തെ വെളിച്ചമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ, ജ്യോതിയായി മാത്രമേ കാണാൻ പറ്റൂ. നിങ്ങൾക്ക് ഒരിക്കലും രൂപമായിട്ട് കാണാൻ പറ്റില്ല. കാല്, കൈ, തേങ്ങ, പഴം, മറ്റേ തെങ്ങ്, വഴുതനങ്ങ, മണ്ണാങ്കട്ട, ഇതൊന്നായിട്ട് ദൈവത്തെ കാണില്ല. ദൈവത്തെ യഥാർത്ഥത്തിൽ കാണുന്നവൻ വെളിച്ചമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. അല്ലാതെ അരൂപിയായ അഗ്നിയോ വെളിച്ചമോ ആയിട്ട് മാത്രമേ കാണാൻ പറ്റൂ. കൃഷ്ണനായിട്ടും രൂപമായിട്ടും കാലായിട്ടും നഖമായിട്ടും പല്ലായിട്ടും ദൈവത്തെ കാണില്ല. അത് ദൈവമല്ല. നിങ്ങളുടെ ഉള്ളിൽ പൂക്കെടുക്കുന്ന ഏതോ ഒരു സാധനം കണ്ടതാണത്. അല്ലാതെ ദൈവത്തെ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അല്ല മുത്തച്ഛി, ഞാൻ കണ്ടെന്നല്ല പറഞ്ഞത്. ഞാൻ ജസ്റ്റ് കാൽമ പിടിച്ചു നോക്കിയപ്പോ ഒന്നുമില്ല. അതൊന്നുമില്ല. അതൊന്നുമില്ല. ഇപ്പൊ ഹിപ്നോട്ടിസം ചെയ്തിട്ട് അത് നിനക്ക് ഇഷ്ടപ്പെട്ട ദൈവമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഹിപ്നോട്ടിസം തുറന്നു കഴിഞ്ഞാൽ അത് ദൈവമേ എന്ന് തൊഴില്ലേ. ഓരോരുത്തർ ഐശ്വര്യമാക്കി മാറ്റുന്നു, ഗേൾ ഫ്രണ്ട് ആക്കി മാറ്റുന്നു, തുണിയില്ലാതാക്കി മാറ്റുന്ന ഹിപ്നോട്ടിസം നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലേ? അതേപോലെ സംഭവം തന്നെയാണ്. നിങ്ങൾ സെൽഫ് ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോൾ അതിനെ അത്രേ ഉള്ളൂ. സപ്പോൺസ് അല്ല, സെൽഫ് ഹിപ്നോട്ടിസം, സെൽഫ് ഇത് ഹീലിംഗ്. നിങ്ങളെ ഹീൽ ചെയ്യുന്നതാണ് അത്. നിങ്ങളുടെ മൈൻഡിന് എന്തെങ്കിലും ഒരു വിഷയത്തില് ഉറക്കാൻ വേണ്ടി നിങ്ങളുടെ മൈൻഡ് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഞാൻ കൃഷ്ണനെ കണ്ടു, ഞാൻ ഗണപതിയുടെ ക്രിക്കറ്റ് കളിച്ചു എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അത്രയുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് അതിന് പുറകിൽ പോണ്ട. ദൈവത്തെ അഗ്നിയായിട്ട് മാത്രമേ കാണാൻ പറ്റൂ, ജ്യോതിയായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. സിദ്ധർമാരെ കാണാൻ പറ്റും. ചിലപ്പോ വരാം, അവര് വരും, അവര് സ്വപ്നത്തിൽ വരാം. സിദ്ധർമാര് അവര് സ്വപ്നത്തിൽ വരും. അവര് വന്നിട്ട് പൊക്കോട്ടെ, അതിന് പുറകിൽ ഞാനും നിൽക്കാറില്ല, നിൽക്കേണ്ട ആവശ്യമില്ല. അവര് അങ്ങനെ വരാറുണ്ട് ചിലർ രൂപത്തില്. അതിനെ മാത്രം നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാൻ, വേറെ ഒന്നിനും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവങ്ങൾ ഒരിക്കലും വരില്ല. ശിവനോ ബ്രഹ്മാവോ വിഷ്ണുവോ ഒന്നും വരില്ല. നെക്സ്റ്റ് ആള് ചേച്ചി. ഷിബിൽ. ഞാൻ മൈക്ക് ചോദിക്കും. ആള് വേറെ കുഴപ്പമില്ല. വേറെ ആയിട്ട് ജോലിയില്ല. ഞാനിതൊക്കെ തന്നെയായിരുന്നു. കുട്ടികളോട് വീഡിയോ കോൾ വിളിക്കുമ്പോ കമ്പ്യൂട്ടർ മുമ്പിൽ ഇത് ഓണക്കി വെച്ചിട്ട് സാറ് അസ്സലാമലൈക്കും ഷവർമ അത് ഇത്. അപ്പൊ ഇവര് പറയും എന്തോന്നാണ് വായിക്കുന്നത് പറയുന്നത്. ഞാള് ബില്ലടിച്ചോണ്ടിരിക്കണേ. ഭൂതത്തിന്റെ കൺസെപ്റ്റിലാണ് ഒരു ഡൗട്ട് ഉള്ളത്. അത് നമ്മുടെ പത്മനാഭ ക്ഷേത്രത്തിലും ശബരിമലയിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ പിക്ചർ അയച്ചായിരുന്നു, ഗ്രൂപ്പിൽ ഫോട്ടോ അയച്ചായിരുന്നു. ഇപ്പൊ സാറ് എല്ലാ വീഡിയോയിലും ബൈബിളിനെ പറ്റിയിട്ടൊക്കെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോ അവരുടെ ചർച്ചിന്റെ മുകളിലോ അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റിൽ ഇങ്ങനത്തെ ഭൂതത്തിന്റെ എന്തെങ്കിലും പിക്ചേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുരിശന്നെ ഭൂതമാണ്. കുരിശന്നെ ഒരു ഭൂതല്ലേ. ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ അച്ഛനെ ഞാൻ കുത്തിക്കൊന്നു, നിങ്ങളുടെ അച്ഛനെ ഞാൻ കുത്തിക്കൊന്നു വിചാരിക്കുക. കുത്തിക്കൊന്ന കത്തി നിങ്ങളുടെ അച്ഛന്റെ വയറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് നിങ്ങൾ വീട്ടിൽ പൂജയ്ക്ക് വെക്കൂ? ഇല്ല. അപ്പൊ യേശുവിനെ കുരിശിലല്ലേ കെട്ടി തൂക്കിയത്? ആ കുരിശിനാണ് വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കുന്നത്. ലോജിക്ക് മനസ്സിലായില്ല. ഉത്തരം കിട്ടിയ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഇതില് ഭൂതത്തിന്റെയും അതില് കുരിശിൻ രൂപങ്ങൾ മാറുന്നത്? എല്ലാം ഒന്ന് തന്നെ. കുരിശ് എങ്ങനെ കുരിശുണ്ടായത് അറിയോ? ഇല്ല. അഗ്നിയിൽ നിന്ന് കുരിശുണ്ടായത്. നിങ്ങൾ കുരിശ് എങ്ങനെ ഉണ്ടായെന്ന് പഠിക്കി. അഗ്നിയിൽ നിന്ന് തീ സൂര്യൻ പിന്നെ സൂര്യൻ കുരിശായി മാറി, പിന്നെ കുരിശുണ്ടായത്. അപ്പൊ അഗ്നിയാണ് കുരിശ്. അതായത് യേശുവിനെ കുരിശിലല്ല അറച്ചത്, യേശുവിനെ അഗ്നികുണ്ടത്തിലാണ് ഇട്ടത് എന്നർത്ഥം. മനസ്സിലായ? കുരിശ് എന്ന് പറഞ്ഞ സത്യം ഉപയോഗിച്ച് അവരത് ചെയ്തു മാത്രമേ ഉള്ളൂ. എന്ത് മനസ്സിലായി? എല്ലാം ഇതാണ് തത്വം ഇതാണ്. ആ ഭൂതം ഇരിക്കുന്നത് അഗ്നിയാകുന്ന അഗ്നിയിലാണ് ഭൂതം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അഗ്നിയാകുന്ന തീക്കുളമ്പുകൾ അങ്ങനെ മൂക്കിൽ നിന്നും വായിൽ നിന്നും വരുന്നത്. അഗ്നിയല്ല. അഗ്നി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തീയല്ല. അഗ്നി ചൂട് പല രീതിയിലുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ഭൂതത്തിന്റെ അഗ്നി എന്താ? തീയല്ല. നക്ഷത്രങ്ങൾ അഗ്നിയാണ്. സൂര്യൻ ചലിക്കുന്ന അഗ്നിയിലാണ്. ചന്ദ്രനും അഗ്നിയല്ലേ. അപ്പൊ ചന്ദ്രന് ചൂടുണ്ടോ? ഇല്ലല്ലോ. അതും അഗ്നിയല്ലേ. അപ്പൊ അഗ്നി എന്ന് പറയുന്നത് നിങ്ങൾ തീ കൊണ്ടുമ്പോ കൈ കൊണ്ടുന്ന അഗ്നിയല്ല. അഗ്നി എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇപ്പൊ മനസ്സിലായോ? അതാണ് സംഭവം. ഞാൻ
ഇപ്പൊ US-ലാണ് ഉള്ളത്. ഇപ്പൊ ഡ്യൂട്ടി ടൈമാണ്, അതുകൊണ്ടാണ് നോ വീഡിയോ പ്രോബ്ലം കോള്. നോ പ്രോബ്ലം നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ശരത് കെ മോഹൻ. ശരത് കെ മോഹൻ ഹലോ. നമുക്ക് പറയാം. ആസ്ട്രോളജിയിലുള്ള ആസ്ട്രോളജി സുഖമുള്ള ആസ്ട്രോളജി ക്ലാസ്സിൽ മിത്രം ഭായി, എൻ്റെ ഒരു ഡൗട്ട്, ഈ ബ്രീത്തിങ് ഇഷ്യൂ പ്രോബ്ലം ഉണ്ട്. അതായത് അതിങ്ങനെ പാറ്റേൺ പോലെ ഇങ്ങനെ ബ്രീത്തിങ് ഇഷ്യൂ വരാറുണ്ട്. അത് എന്തോ അത് മാറും. അത് ഇവിടെ ചോദിക്കുന്ന ചോദ്യമാണോ? അത് ഇവിടെ മോർണിംഗ് ക്ലബിൽ ചോദിക്കുന്ന ചോദ്യമാണോ? അത് ആസ്ട്രോളജി ക്ലാസ്സിൽ നിങ്ങളുടെ തല അവിടെ പോയി? അല്ല, ആസ്ട്രോളജി ക്ലാസ്സിൽ മിത്രം ഭായി എന്താ വെച്ചാൽ ആസ്ട്രോളജി ക്ലാസ്സിൽ ഇപ്പൊ പങ്കെടുക്കാൻ പറ്റണില്ലേ, ഡ്യൂട്ടി ടൈം ആയ കാരണം. അപ്പൊ നിങ്ങൾ ഡ്യൂട്ടി ടൈം അപ്പൊ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യും. ഗ്രൂപ്പിൽ ആരെങ്കിലും അറിവുള്ള ആളുകൾ പറഞ്ഞുതരും. അത് ഇവിടെ ചോദിക്കാൻ പാടില്ലല്ലോ. ഇവിടെ ചോദിക്കാൻ പാടില്ല. ഓക്കെ, പാടില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ല, നിയമമാണ്. ആസ്ട്രോളജി ക്ലാസ്സിൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അത് ആസ്ട്രോളജി ഇനിയിപ്പോ ഒരു കാര്യം നിങ്ങളൊരു കാര്യം ചെയ്തേക്ക്. എന്താണ് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ ബ്രീത്തിങ് ശ്വാസം മുട്ടല്ലേ? ശ്വാസം രാഹുലിന്റെ കർമ്മല്ലേ? രാഹുലിന്റെ കർമ്മയിൽ നോക്കണം. അത് നിങ്ങളുടെ ജാതകം നോക്കേണ്ടി വരും. ജാതകം നോക്കിയിട്ട് പറഞ്ഞു വരും. ശരി, അടുത്ത ആളാരാ? ഷാലു. നമ്മുടെ ലോഗോ അല്ല, മിത്ര ലോഗോ, ആ ലോഗോ അതിന്റെ എക്സ്പ്ലെയിൻ പറയാൻ പറ്റുമോ? അതാണ് ഭൂമി, ശരിക്കുള്ള ഭൂമി. എന്റെ കയ്യിൽ ആ സാധനത്തിന് തെളിവും പ്രൂഫുണ്ട്. അതാണ് ശരിക്കുള്ള ഭൂമി. നിങ്ങൾ വസിക്കുന്ന ഭൂമി അതെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇനി ഫ്യൂച്ചറിൽ. അതാണ് ശരിക്കുള്ള ഭൂമി. ഭൂതമായിട്ട് കണക്ഷൻ വരുന്നുണ്ടോ? ഭൂമി അതാണ് ഭൂമി. നമ്മുടെ ഭൂമി യഥാർത്ഥ ഭൂമി. നമ്മൾ വസിക്കുന്ന ഭൂമി അങ്ങനെയാണ്. എനിക്ക് തെളിവുണ്ട്, പ്രൂഫ് ഉണ്ട്, അങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, അതുകൊണ്ട് ആ ലോഗോ വലിയ സംഭവമാണ്. ആ സിമ്പിളൊക്കെ ഇനി ഭാവിയിൽ പച്ച കുത്തേണ്ട ഒരാളുകൾ പച്ച നടക്കും. അങ്ങനെയാണ്. ഇനി 3 പേർക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. ലോഗോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആയിട്ടില്ല. നമ്മളുമായിട്ട് കണക്ട് ആകുമ്പോ അത് യൂസ് ചെയ്യാം കേട്ടോ. ആ ലോഗോനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ പഠിച്ചാൽ 5 കൊല്ലം പിടിക്കും മിനിമം തീരാൻ. അത്രയുണ്ട്, തീരില്ല. ഇവിടെ കുറെ പേര് തലകുത്തി ഉണ്ട് ഇത് പഠിക്കാൻ, നടക്കൂല. ആരാള്? അംബിക ചേച്ചി. ആ മൈക്കൊന്ന് ചേച്ചി ഓണാക്കി കേട്ടാ. അവിടെ നിന്നും ഓക്കെ കൊടുക്കും. ഇല്ല, ഒരു വട്ടം ക്ലിക്ക് ചെയ്യ്, 2 വട്ടം ക്ലിക്ക് ചെയ്യല്ലേ. ഓക്കെ കൊടുക്ക്. നോർത്തെ ഇല്ലില്ല. ഓക്കെ മതി. ഓക്കെ. ഞാനേ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ഉറക്കത്തില് എന്നോട് ആരോ പറയുന്നു കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കൊണ്ടുപോയി എന്തോ വാളും ഇതൊക്കെ കൊടുക്കാറുണ്ട്. ഞാൻ ഇന്നുവരെ അങ്ങനെ പോയിട്ടില്ല, എനിക്ക് അറിയത്തില്ല. അപ്പൊ അത് ഞാൻ പോയില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2 ആഴ്ച വീണ്ടും അന്നേരം സമയം നോക്കും 4:15. വീണ്ടും ഞാനത് കേട്ടു. മനസ്സിലായി. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞത്, നിങ്ങളുടെ മൈൻഡിനുള്ളിൽ അങ്ങനെ ഒരു വഴിപാടോ അങ്ങനെ എന്തെങ്കിലും അശരീരി പോലെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ചെയ്തേക്ക്. ആർക്കും ദോഷമൊന്നുമില്ലല്ലോ. കാരണം എന്താ അറിയോ, നിങ്ങളുടെ മൈൻഡ് എന്താ സംഭവം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ കുത്തിക്കൊണ്ടിരിക്കും. എന്താ ചെയ്യാത്തെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അത് പോയി അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന അല്ല, അതങ്ങനെ കേൾക്കുന്ന എവിടുന്നാന്ന് അറിയണ്ടേ? അത് കേൾക്കുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങളുടെ മുൻ തലമുറയിൽ ആരെങ്കിലും അതുമായിട്ട് കണക്ട് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ ആ നിങ്ങളുടെ ആത്മാവിന് നിങ്ങളുടെ ഫാമിലിയിൽ മരിച്ചുപോയ ആത്മാവിന് ശാന്തി കിട്ടാത്ത ഏതെങ്കിലും ആത്മാവുണ്ട്, അച്ഛനുണ്ട്. അത് വന്ന് പറഞ്ഞതാ. അതിന്റെ ഒരു എനർജി വന്ന് പറഞ്ഞത്, അത്രേ ഉള്ളൂ കേട്ടോ, പേടിക്കണ്ട. അച്ഛൻ പറഞ്ഞാണോ? അച്ഛനാവാം, അല്ലെങ്കിൽ അച്ഛനാവാം, ആരെങ്കിലും ആവാം. കൊടുത്തു. ഞാൻ കൊണ്ട് 2 ആഴ്ച പോയിട്ട് വീണ്ടും രാത്രി വീണ്ടും ഞാൻ സൗണ്ട് കേട്ടു. ചിലപ്പോ അവരുടെ ആഗ്രഹമായി ചിലപ്പോ. കൊടുത്തു ഞാൻ. അത്രയുള്ളൂ, അത് ടെൻഷൻ. അതുകൊണ്ട് അത് കൊടുത്ത പിന്നെ വിടുക, കഴിഞ്ഞു. പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കരുത്. അത് കൊടുത്ത് കഴിഞ്ഞു, പോട്ടെ. മനസ്സിലായോ? അല്ല, അത് അറിയാനാണ്, അത് ആരാന്ന് അറിയാനാണ്. അത്രയുള്ളൂ, അത് ആരെല്ലായിരിക്കും. ശരി. ഹലോ സാർ. ദൈവം പ്രകാശമായും തീകോളമായും കാണാൻ പറ്റുമെന്നല്ലേ? ആ കാണണത് എന്തുകൊണ്ടാണ്?
അല്ല, കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ദൈവത്തിന്റെ പ്രകാശമായും തീഗോളമായും കാണാൻ പറ്റുന്ന സാറ് പറഞ്ഞു. അത് കാണുന്നത് എന്താണ്? അത് നമ്മളും ദൈവകണമാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതും അഗ്നിയാണ്. നമ്മുടെ ആത്മാവ് ഇരിക്കുന്നതും അഗ്നി രൂപത്തിലാ, ജ്യോതി രൂപത്തിലാണ്. നമ്മളും അഗ്നിയാണ്. ഈ രൂപം, ഈ ഭാവം, ഈ മൂക്ക്, ഈ കണ്ണ്, ഈ ഹെയർ, ഈ കൈ, ഇതൊക്കെ എന്താ പറയുക മായയാണ് നമ്മളെ സംബന്ധിച്ച് എല്ലാം പറയുന്നത്. അപ്പം നമ്മുടെ ഖുർആനിൽ തന്നെ പറയുന്നില്ലേ, നബീനെ ഉറക്കി കെടുത്തി നബീനെ അവിടെ കൊണ്ടുപോയി കുതിരപ്പുറത്ത് 7 ആകാശവും കടന്ന് ഏറ്റവും ടോപ്പിൽ ഒരു മരം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. അങ്ങനെ ഖുർആൻ എഴുതിച്ചിട്ടുണ്ടല്ലോ. അത് സയന്റിഫിക്കലി ഫാക്ട് ആണ്, ശരിയാണത്. അങ്ങനെ കാര്യം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവം ഭൂമി അങ്ങനെയാണ് നിലനിൽക്കുന്നത്. ആ ഭൂമിയിൽ നമ്മൾ അഗ്നി ജ്യോതിയായിട്ട് ഭൂമിയിൽ പിറവെടുത്തുക. ജ്യോതി ടു ജ്യോതി കണക്ട് ആവുന്നത് മാത്രം. അതായത് ജ്യോതിക്ക് ആണ് ജ്യോതിനെ തിരിച്ചറിയുള്ളൂ. ഒരു നല്ലവന് തിരിച്ചറിയാന്നൊക്കെ നമ്മൾ പഴഞ്ചൊല്ല് പറയില്ലേ, അതുപോലെ ഒരു അഗ്നിയെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അഗ്നി രൂപത്തിൽ വന്നതിനെ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. അഗ്നിയായിട്ട് വന്നാൽ മാത്രമേ അത് ദൈവമാവൂ. കാരണം നമ്മുടെ ഉള്ളിലും അഗ്നി മാത്രമേ ഉള്ളൂ. നമ്മളൊരു അഗ്നിയിലാണ് ജീവിക്കുന്നത് അർത്ഥം. അതുകൊണ്ടാണത്. അപ്പൊ അഗ്നിയെ മാത്രം കാണാൻ പറ്റും നമുക്ക് ദൈവം ആയിട്ട്. വേറെ ഒന്നായിട്ട് കാണാൻ പറ്റില്ല. ശരിക്കുള്ളത് അങ്ങനെയാണ് റൂള്. അങ്ങനെയാണ്. അത് മുസ്ലിമായാലും ശരി, ക്രിസ്ത്യാനായാലും ശരി, എല്ലാവരും ശരി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാ പള്ളിയുടെ മുകളിലും ചന്ദ്രനെ വെച്ചിരിക്കുന്നത്. ചന്ദ്രൻ അഗ്നിയാണ്, തണുത്ത അഗ്നി. ഞാനൊരു 3 ആഴ്ച മുമ്പ് എപ്പോഴും കുളിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കാനിരിക്കും. അപ്പൊ പ്രാർത്ഥിക്കുമ്പോ അന്ന് ദിവസം മാത്രം പെട്ടെന്ന് കണ്ണടച്ചിട്ട് തുറക്കാൻ പറ്റുന്നില്ല. എത്ര ട്രൈ ചെയ്തിട്ടും തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു തീ താഴെന്ന് വന്ന് ഇങ്ങനെ മുകളിലോട്ട് വരെ പോയി. പിന്നീട് കണ്ണടച്ചിട്ട് അത് വന്നിട്ടേ ഇല്ല ഒരൊറ്റ തവണ. ഞാനൊരു നാഗരാജാവിന് എന്നും പ്രാർത്ഥിക്കും. അന്ന് കണ്ടതാണ് സംഭവം. നാഗരാജാവ ദൈവമേ എന്തിനി? അതെ, എന്തിന്? അല്ല, എനിക്ക് ഈ ബിലീഫ് കൂടുതലാണ്, അതാണ്. ഈ ബിലീഫ് കൂടുതലാ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ലേ? അല്ല, എനിക്ക് ഹിന്ദുയിസത്തിലേക്കാണ് കൂടുതൽ. അല്ലല്ല, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ട്. ഞാൻ തീർത്തരാം കേട്ടാ. അതിന് തീരുമാനാക്കി തരാം. ശരി ശരി ആയിക്കോട്ടെ. അത് നമുക്ക് തീരുമാനാക്കാം. നെക്സ്റ്റ് ആരാ? വേറെ ചോദ്യം ഉണ്ടോ? ഇതിന് ഉത്തരമില്ല കേട്ടാ. ഇതിന് ഉത്തരമില്ല. ചേച്ചി പറയും. ചന്ദ്രൻ ഭൂമിയുടെ നിഴലാന്ന് പറഞ്ഞില്ലേ? അങ്ങനല്ല, ചന്ദ്രൻ അങ്ങനെയല്ല. ഞാൻ എന്താ പറഞ്ഞത്? ചന്ദ്രനിൽ കാണുന്ന നിഴൽ ഭൂമിയുടെ റിഫ്ലക്ഷൻ ആണ് എന്നാണ് പറഞ്ഞത്. റിഫ്ലക്ഷൻ ആണ്. അപ്പൊ നമ്മള് ചന്ദ്രൻ ഭൂമിയുടെ റിഫ്ലക്ഷൻ അല്ലേ ചന്ദ്രൻ? ഭൂമിയുടെ റിഫ്ലക്ഷൻ അല്ല, ചന്ദ്രനിൽ കാണുന്ന നിഴൽ. മലയാളത്തിലല്ലേ പറഞ്ഞത്? ചന്ദ്രനിൽ നിങ്ങൾ കാണുന്ന നിഴൽ ഭൂമിയുടെ റിഫ്ലക്ഷൻ ആണ്. ഭൂമിയിലേക്ക് എനർജി ഓരോ നക്ഷത്രങ്ങളുടെയും ചന്ദ്രനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. ചന്ദ്രൻ ഓരോ സമയത്ത് കറങ്ങുമ്പോഴും ഭൂമിയിലേക്ക് എനർജി വിട്ട് സ്വീകരിക്കുന്ന ഒരു ഡിവൈസ് മാത്രമാണ് ചന്ദ്രൻ. ദാറ്റ് മീൻസ് എന്റെ തിയറിയിൽ ചന്ദ്രൻ ഒരു ഡിവൈസ് ആണ്, ഒരു ഡിഷ് ആന്റിന ആകാശത്ത് നിൽക്കില്ലേ, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ആന്റിന ഇല്ലേ, അത് ആകാശത്ത് എങ്ങനെ ഉണ്ടാവും? അതാണ് ചന്ദ്രൻ. അപ്പൊ നമ്മുടെ ഈ ലോകത്ത് വേറെയും സോളാർ സിസ്റ്റങ്ങൾ ഉണ്ടോ? ഇല്ല, അതല്ല സയൻസ് മാറ്റി പറയാൻ പറഞ്ഞത്. നിങ്ങൾ സയൻസും ഇതും കൂടി മിക്സ് ചെയ്തിട്ടാ പറഞ്ഞത്. സയൻസ് വിട്ടേക്ക്, സയൻസ് പലതും പറയും, അത് വേറെ. അതായത് നിങ്ങൾ സോളാർ സിസ്റ്റങ്ങളുണ്ട്, ഗാലക്സികളുണ്ടോ, സൂര്യൻ ഒരുപാടില്ലേ, അതൊന്നും ഇല്ലല്ലോ. നമ്മുടെ തിയറിയിൽ അങ്ങനെ ഇല്ല. നമ്മുടെ തിയറി വേറെ. അത് ആസ്ട്രോളജി ക്ലാസ്സിലാണ് പറയുന്നത്. ഇത് അതിന് ബന്ധമില്ലാത്ത കാര്യമാണ്. കാരണം നിങ്ങൾ ആ ബ്രെയിൻ അപ്ഡേറ്റ് ആവാത്തത് കൊണ്ട് അതിന് സമയമായിട്ടില്ല എന്നൊക്കെ. ലാസ്റ്റ് ഒരാൾ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ദൈവിക തത്വത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇത് നമ്മ ഭൂത തത്വത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ പോകുക? ഭൂതത്വത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, അമ്പലത്തിൽ കുത്തിവെച്ചിരിക്കുന്നത്. അതെങ്ങനെ ശരിയാവാം? അമ്പലത്തിൽ ഇരിക്കുന്ന ദൈവങ്ങൾ ഭൂതത്തിന്റെ കീഴല്ലേ ദൈവങ്ങൾ ഇരിക്കുന്നത്, അല്ലെ? 10ാമത് സാമശാസ്ത്രത്തിൽ പോയാൽ ഈ ഭൂതത്തിന്റെ മൂക്കിൽ നിന്ന് വരുന്ന നാളത്തിലാണ് കൃഷ്ണൻ ഇരിക്കുന്നത്, ഭൂതത്തിന്റെ മൂക്കിൽ നിന്ന് വരുന്ന നാളത്തിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്, ഭൂതത്തിന്റെ മൂക്കിൽ വരുന്ന നാളത്തിലാണ് ശിവൻ ഇരിക്കുന്നത്. അതിനർത്ഥം എന്താ? ഈ ദൈവങ്ങളെ വിഷ്ണു ഇരിക്കുന്നത് ഭൂതത്തിലാ. നമ്മൾ ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നതല്ല ദൈവിക തത്വത്തിൽ, ദൈവിക അതെ. കാരണം നമ്മുടെ ബ്രെയിൻ അപ്ഡേറ്റ് അല്ലാത്തത് കൊണ്ട്. ഇപ്പൊ ഞാൻ അമ്പലത്തിൽ പോകുന്നില്ല. കാരണം എന്താ? എന്റെ ബ്രെയിൻ അപ്ഡേറ്റഡ് ആയി.
നിങ്ങൾ അച്ഛനും അമ്മയെയും ആദ്യം ദൈവമായിട്ട് കാണുന്നു, അതിനുശേഷം അമ്പലത്തിൽ പോയിട്ട് ദേവിനെയും കാളിനെയും കാണുന്നു, അത് കഴിഞ്ഞ് പിന്നെ ശിവനിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് ഭൂതത്തിലേക്ക് പോകുന്നു. അതായത് നിങ്ങൾ അപ്ഡേറ്റ് ആകും തോറും ദൈവങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നർത്ഥം. ദൈവങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു അപ്ഡേറ്റഡ് ദൈവമാണ് ശിവനും ബ്രഹ്മാവും വിഷ്ണുവും എല്ലാം നമ്മൾ പറയുന്നത്. പക്ഷെ അതിനും അപ്ഡേഷൻ എന്ന് പറയുന്ന സാധനമാണ് പ്രപഞ്ച തത്വം. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ആത്മാവ് ശിവനിലേക്ക് പോവോ, ബ്രഹ്മാവിലേക്ക് പോവോ, വിഷ്ണുവിലേക്ക് പോവോ? പോവില്ലല്ലോ. പ്രപഞ്ചത്തെ തത്വമായ ഭൂതത്തിലേക്കാ പോവുള്ളൂ, അല്ലെ? അല്ലാണ്ട് ശിവനിലേക്ക് പോവില്ല. അപ്പൊ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പേ ഭൂതമായിട്ട് കണക്ട് ആയാൽ മതി, ഓട്ടോമാറ്റിക് നിങ്ങളുടെ ആത്മാവിലേക്ക് ബുക്കുള്ളൂ എന്നർത്ഥം. ഇപ്പൊ കാര്യം മനസ്സിലായ? അത് എങ്ങനെയാണ് ആ കണക്ഷൻ ആവുന്നത്? എങ്ങനെ ആ കണക്ഷൻ ആവാനുള്ള അത് കണക്ഷൻ ആവാനുള്ള ഈ ക്ലാസ്, അത് കുറെ സത്യങ്ങൾ മനസ്സിലാക്കണം. നമ്മള് ലോജിക്ക് വെച്ചേക്കുമ്പോൾ ശരിയാവണം. എന്നിട്ട് നമ്മൾ പറയുന്ന തത്വങ്ങൾ ഫോളോ ചെയ്യുമ്പോ 12 കൊല്ലം കൊണ്ടൊക്കെ നിങ്ങൾക്ക് പതിയെ കണക്റ്റഡ് ആവും. കാര്യം മനസ്സിലായോ? അല്ലാണ്ട് ഇത് ഇന്നും നാളെയും പറ്റില്ല. 10-12 കൊല്ലം പിടിക്കും. കഴിഞ്ഞു, ലാസ്റ്റ് വൺ കഴിഞ്ഞു. ഇനി ആരും കൈ വെക്കേണ്ട ആവശ്യമില്ല. കൈ പൊക്കാൻ പറഞ്ഞ സമയത്ത് കൈ വെക്കില്ല. സോ ടൈം തീർന്നിരിക്കാൻ 1 മണിക്കൂർ സമയമായി. സോ സംശയം തീർന്നു. ഇനി നമുക്കൊരു 7 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ചർച്ച വയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് പങ്കെടുക്കാം. കാര്യം മനസ്സിലായോ? ഇനിയും ഇതുപോലെ വെക്കും, അപ്പൊ അവർക്ക് പങ്കെടുക്കും. ഓക്കെ. സോ നമുക്ക് നാളെ തൊട്ട് വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നാളെ 369 എന്താന്നൊക്കെ പഠിപ്പിച്ചു തരാം. ഓക്കെ. ലോകത്ത് എവിടെയും കിട്ടാത്ത ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരും. കാര്യം മനസ്സിലായോ? എവിടെ ഉണ്ടാവില്ല, നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ, ബൈ. Thank you. Bye. ഓക്കെ, ബൈ.